الحمد لله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. وعن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم يقول الله تبارك وتعالى كل عمل ابن آدم له إلا الصوم فإنه لي وأنا أجزي به والصيام جنة فإذا كان يوم صوم أحدكم فلا يرفث ولا يسخب فإن سابه أحد أو قاتله فليقل إني صائم إني صائم والذي نفس محمد بيده لخلوف فم الصائم أطيب عند الله من ريح المسك للصائم فرحتان يفرحهما إذا أفطر فرح بفطره وإذا لقي ربه فرح بصومه صدق الله وصدق وبلغ رسوله النبي الكريم. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വളരെ നാളുകളുടെ കാത്തിരിപ്പ്, ആകാംക്ഷ, പ്രാർത്ഥന, ഇതെല്ലാം പടച്ച തമ്പുരാൻ നമ്മളിൽ നിന്നും സ്വീകരിച്ചതിൻ്റെ ലക്ഷണമാണ് വരാനിരിക്കുന്ന റമദാനിന് വേണ്ടി മുഅ്മിനീങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുക, കൈനീട്ടി പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത്. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ റമദാനിൻ്റെ കുറേ അനുഭവങ്ങൾ ഓർത്തു പോവുകയാണ്. റമദാൻ 20 സമയത്ത് വളരെ കാലം കൂടെ പഠിച്ച ഒരു സുഹൃത്ത് ഒരു SMS വിടുകയുണ്ടായി. എല്ലാ യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്ക്, ദുന്യാവ് മുതൽ റയ്യാൻ ഗേറ്റ് വഴി ജന്നത്തുൽ ഫിർദൗസ് വരെ പോകുന്ന റമദാൻ സൂപ്പർ എക്സ്പ്രസ് സ്റ്റേഷൻ നമ്പർ 20 നിന്നും പുറപ്പെട്ടിരിക്കുന്നു. താമസിയാതെ പ്ലാറ്റ്ഫോം നമ്പറിൽ 30 എത്തിച്ചേരുന്നതാണ്. എല്ലാ യാത്രക്കാരും ഈമാൻ യഖീൻ ഉറപ്പുവരുത്തി റിസർവേഷൻ ചെയ്ത് ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ഫർള്, സുന്നത്ത്, നമസ്കാരങ്ങൾ, സദക്ക, ഖുർആൻ പാരായണം എന്നിവ ലഗേജിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 21, 23, 25, 27, 29 എന്നീ ദിവസങ്ങളിൽ സ്പെഷ്യൽ കോച്ചുണ്ടായിരിക്കുന്നതാണ്. ഈ ഓഫർ ഈദുൽ ഫിത്ർ വരെ മാത്രം. സത്യത്തിൽ ഇത് റമദാൻ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് മുമ്പേ തന്നെ ഒരു അറിവ്, ഒരുങ്ങി തയ്യാറെടുക്കാൻ, കാത്തിരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ്, ഈ ഒരു മനസ്സ് തന്നെയാണ് അതിൻ്റെ പുണ്യങ്ങളും ലൈലത്തുൽ ഖദറുമൊക്കെ നമ്മളെ കൈവരിപ്പിക്കുന്നവരാക്കാൻ പടച്ചവൻ നമ്മളെ തട്ടി ഉണർത്തുന്നത്. അങ്ങനത്തെ ഒരുക്കവും അതിനുള്ള മുൻ തയ്യാറെടുപ്പും ഒരു റമദാനിൻ്റെ
മുന്നേ തന്നെ നമ്മളൊന്ന് നിശ്ചയിച്ചാൽ മതി, പടച്ച തമ്പുരാൻ നമ്മളെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു അവസരം തരുമെന്നുള്ളതും, അത് തനിക്ക് ഖദ്റിന്റെ രാവിന്റെ പുണ്യങ്ങളെല്ലാം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തി നേടിത്തരാൻ അത് നമുക്ക് അല്ലാഹു തആല വകവെച്ച് തരുമെന്നുള്ളത് വളരെ അനുഭവ സാക്ഷ്യമാണ്. പടച്ചവൻ ആ പുണ്യരാവിന്റെ എല്ലാ ഖൈറുകളും അവന്റെ മലായികത്തുകളുടെ കൂടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന, നമസ്കരിക്കുന്ന, ഹയാത്താക്കുന്ന മഹാവാക്യവാൻവരിൽ ഈ സാധുക്കളായ പാവങ്ങളായ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് പടച്ചവൻ ഈ സദസ്സിനെയും ഒരു കാരണമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. റമദാൻ പ്രഭാഷണങ്ങൾ ഒരുപാട് സദസ്സുകൾ നമ്മൾ റമദാനിൽ തന്നെ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ റമദാൻ 15 മുതൽ അങ്ങോട്ട് വാള പരമ്പരകൾ തന്നെ ധാരാളം ഉണ്ടാകാറുണ്ട്. ഇത് ഏതൊരു വാളും നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ തന്നെ പലതവണകളായി, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ റമദാൻ പ്രഭാഷണം നമ്മുടെ ദോഹയിൽ വെച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു സവിശേഷത എന്ന നിലയിൽ അതിൻ്റെ 2-3 ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പര്യവസാനിപ്പിക്കുകയും അവസാനമായി അതുമായി ബന്ധപ്പെട്ട ചില മസായിലുകളും വളരെ കൂടുതൽ ആളുകളും പ്രതിപാദിക്കാത്ത സക്കാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ മഹത്വവും ഒന്ന് വിവരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിടവാങ്ങുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരു നാഫിയായ ഒരു ഇൽമും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായി അതിലൂടെ കിട്ടേണ്ട എല്ലാ വിജയവും കൈവരിക്കാൻ പടച്ച തമ്പുരാൻ തുണക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇവിടെ ഖിറാഅത്തിൽ ഓതിവെച്ച സൂറത്തുൽ ബഖറയുടെ റമദാനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എന്താണ് ഈ മാസത്തിന്റെ പുണ്യമെന്നാണ് വിവരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും പടച്ച തമ്പുരാൻ ഈ ഒരു മാസത്തിന് ഇത്ര മഹത്വം അർഹിക്കാനുണ്ടായ കാരണം എന്ന ഒരു പഠനം നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും ഇന്ന് പറഞ്ഞു തരും. അത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്, അള്ളാഹുവിന്റെ വചനം അത് അവതരിക്കാൻ സാക്ഷ്യം കുറിച്ചിട്ടുള്ള ദിവസങ്ങളും മാസവുമാണത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ തന്നെ അല്ലാഹു തആല അത് വ്യക്തമായി നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്നിങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ പരിശുദ്ധമായ റമളാൻ അത് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ വചനം അത് ഇറങ്ങാൻ കാരണമായിട്ടുള്ള, അത് ഇറങ്ങിയിട്ടുള്ള മാസമാണ്. ഖുർആൻ എന്ന് മാത്രമല്ല, ദൈവികമായ മുഴുവൻ ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുള്ളത് റമദാനിൽ തന്നെയാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചപ്പോൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഓരോ പ്രവാചകന്മാർക്കും ചില ഏടുകൾ ഇറക്കി കൊടുക്കപ്പെട്ടുള്ളത്. ഇദ്രീസ് നബി, ആദം നബി, ഇബ്രാഹിം നബി അലൈഹിമുസ്സലാത്തു വസ്സലാം, ഇങ്ങനത്തെ കുറെ പ്രവാചകന്മാർക്ക് 50ഉം 30ഉം ഒക്കെ ഏടുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് റമദാനിലായിരുന്നുവെന്ന്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് റമദാൻ 1-നായിരുന്നു തന്റെ ഏടുകൾ അത്രയും അല്ലാഹു തആല ലിപി രൂപത്തിൽ ഇറക്കി കൊടുത്തിട്ടുള്ളതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റമദാൻ 1. തൗറാത്ത് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിശുദ്ധമായ വിപുലമായ ഗ്രന്ഥം അത് ഒന്നാകെ അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രന്ഥ രൂപത്തിൽ ഇറക്കി കൊടുക്കുകയാണ് റമദാൻ 6-ന്. കലീമുല്ലാഹ് അല്ലാഹുവിന്റെ റൂഹുല്ലാഹ് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇൻജീൽ എന്ന ഗ്രന്ഥം ഇതേപോലെ തന്നെ റമദാൻ ഒരു 13-ന് അല്ലാഹു തആല പരിശുദ്ധമായ ഇൻജീലിനെ അവതരിപ്പിച്ചു കൊടുക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മലായികത്തുകളാൽ ആരാധനയിൽ നിരതമായിരിക്കുന്ന ബൈത്തുൽ ഉസ്സയിലേക്ക്, ഈ ദുനിയാവിന്റെ വളരെ അടുത്തിരിക്കുന്ന ആകാശത്തേക്ക് അല്ലാഹു തആല ഇറക്കിയെന്ന്. അതൊരു റമളാനിലാണ്. റമളാനിന് മാത്രമല്ല, അതാണ് ലൈലത്തുൽ ഖദർ. അതാണ് അല്ലാഹു തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്നൊക്കെ വ്യത്യസ്ത ആയത്തുകളിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഖദറിന്റെ രാവിലെ ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാവാണ്? പ്രവാചകനെ ഈ 23 വർഷക്കാലത്തിനിടയിൽ അവതരിക്കാൻ വേണ്ടി പോകുന്ന മുഴുവൻ ആയത്തുകളും ഖുർആൻ ശരീഫിനെയും ഒന്നാകെ അല്ലാഹു തആല അവിടെ അങ്ങോട്ട് ഇറക്കി. ആദ്യം അവിടെ അല്ലാഹു തആല ഒരു സമീപ സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ ലഭിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളൊക്കെ കുറേശ്ശെയായിട്ട് സ്വപ്നങ്ങളിലൂടെ വരാൻ തുടങ്ങി. വേറെ ആര് നിർദ്ദേശിക്കാൻ? ഒരു പണ്ഡിതനില്ലാത്ത രാജ്യം, 100% ഉമ്മീയങ്ങൾ, എഴുത്തും വായനയും അറിയാത്ത, വിജ്ഞാനമില്ലാത്ത, മുൻ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരു പിടിവാരമില്ലാത്ത ഒരു മേഖലയിൽ ജീവിക്കുന്ന, മക്കയിൽ ജീവിക്കുന്ന പ്രവാചകൻ. ആരാണ് പ്രവാചകത്വം ലഭിക്കാൻ പോകുന്നു ഒന്ന് ഒരുങ്ങണമെന്ന് പറയാൻ? പക്ഷേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില ഇൽഹാമാത്തുകൾ ഉണ്ടായി. സ്വപ്നങ്ങൾ തോന്നാൻ തുടങ്ങി. ഓരോ സ്വപ്നങ്ങളും കാണുന്നത് അത് സത്യമായി സൂര്യപ്രകാശം പോലെ അത് നടക്കുന്നത്, വ്യക്തമായി നടക്കുന്നത് കാണാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ നിർദ്ദേശപ്രകാരമായിരുന്നു ആളുകളിൽ നിന്നും ഒന്ന് അകന്ന് ഒരു ഇത്തിക്കാഫ് ഇരിക്കണമെന്ന ചിന്ത ഉണ്ടാകുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു നമ്മളൊക്കെ ഇപ്പോഴും ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി എത്ര കഷ്ടപ്പെട്ട് കയറിപ്പോയി കാണുന്ന ഹിറാ ഗുഹയുടെ ആ പർവ്വതം, ജബലുൻ നൂർ എന്ന് പറയപ്പെടുന്ന ആ മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങളിൽ നിന്നും അകന്നിരുന്ന ഒറ്റയ്ക്ക് ഇബാദത്തുമായി കഴിഞ്ഞ് ഇഅ്തികാഫുമായിട്ട് അവിടെ വചനമിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ആഴ്ചകളോളമുള്ള ഭക്ഷണങ്ങളും ഒക്കെ സംഭരിച്ചുകൊണ്ട് ചിലപ്പോൾ ഖദീജ ബീവി കൊണ്ടുകൊടുക്കും, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് വീണ്ടും ഭക്ഷണം തയ്യാറാക്കി അവിടെ കൊണ്ടുപോകും. സുമാർ ഏകദേശം 3 ആഴ്ചകളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇതിനിടയിലായിരുന്നു ആദ്യത്തെ വഹി അവതരിക്കുന്നത്. താൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൃഷ്ടി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപവും അദ്ദേഹത്തിന്റെ അവസ്ഥകളുമെല്ലാം കണ്ടപ്പോൾ തന്നെ ഒരു വിഷമം മനസ്സിലുണ്ടാവുകയും അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ പിടിച്ചു ഞെക്കി അമർത്തിയ അമരൽ വല്ലാതെ നബിയെ വേദനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ഓരോ തവണയും ഇഖ്റ എന്നാ പറയുന്നത്, ഓതു, വായിക്കൂ. എന്തിനെ വായിക്കണം? സാധാരണ അറബിയിൽ പറയാറുണ്ട് ഒരു മഫ്ഊൽ പറയാന്ന്. എന്തിനെ വായിക്കണം? വായിക്കേണ്ടതിനെ വായിക്കണം, പഠിക്കേണ്ടതിനെ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനെ എന്ന് പോലും വ്യക്തമാക്കാതെ ഇഖ്റ എന്ന് ഒരാളോട് പറയുമ്പോ എന്താ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നത്? എന്ന അഭിപ്രായത്തോടുകൂടി, ഭയത്തോടുകൂടി തന്നോട് കൽപ്പിക്കുന്ന ആ ഉസ്താദിന്റെ മുമ്പിൽ പറയുകയാണ്, ഞാൻ ഓത്ത് പഠിച്ചിട്ടില്ല, എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ എന്താണ് ഓതേണ്ടത്? പിടിച്ചമർത്തി എന്ന് പറയുന്നുണ്ട്. ഈ ഞെക്കലും അമരലുമൊക്കെ എന്തായിരുന്നു? ഹദീസിന്റെ പണ്ഡിതന്മാർ അതിനെ വിവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണ്. അല്ലാഹുവിന്റെ വഹ്യ്, പടച്ചതമ്പുരാന്റെ ഈ ദിവ്യ സന്ദേശം ഇത് താങ്ങാൻ അതിന് ഭൗതികാർത്ഥത്തിലും സാധാരണക്കാരനോട് സാധ്യമല്ല. കുറച്ച് ശക്തി അമരേണ്ടത് ലഭിക്കേണ്ടതുണ്ട്, കുറച്ച് പവർ ലഭിക്കേണ്ടതുണ്ട്, ഊർജം ലഭിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് ശരിയായ ഊർജം പകർന്നു നൽകുകയായിരുന്നു ജിബ്രീലിന്റെ ഞെക്കി അമറലിലൂടെ എന്ന് ഹദീസിനെ വിവരിക്കുന്ന പണ്ഡിതന്മാർ പറയുകയാണ്. കാരണം അത്ര കണ്ട് ശക്തമാണ് അള്ളാഹുവിന്റെ വഹ്യ്, അത്ര ഭാരമാണ്. പടച്ചതമ്പുരാന്റെ വഹ്യ് നേരെ കൊണ്ട് നമുക്കൊക്കെ എന്താ കിട്ടാത്തതെന്നൊക്കെ മുശ്രിക്കുകൾ ചോദിച്ചിരുന്നില്ലല്ലോ. അത് അള്ളാഹുവിന്റെ വഹ്യ് അങ്ങോട്ട് ലഭിക്കാൻ പ്രാപ്തമാകുന്ന ഒരു ശാരീരിക ഘടനയും മനുഷ്യനെ സംബന്ധിച്ചോളം സാധാരണഗതിയിൽ ഇല്ല എന്ന് വേണം വിലയിരുത്താൻ. കാരണം ചരിത്രങ്ങളിലൂടെ കാണാം, സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ച് വന്ന പല ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് ഇറങ്ങുന്ന അവസ്ഥ കാണാൻ പല സഹാബത്തും ആഗ്രഹിച്ചിരുന്നു.
തുടങ്ങി. വഹി ഇറങ്ങുന്ന സമയത്ത് നബിതങ്ങളുടെ എല്ലാ നിയന്ത്രണവും മറ്റാരുടെയോ കയ്യിലുള്ളതുപോലെ, തങ്ങൾക്കൊന്നും സ്വയമായി സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നബിതങ്ങളുടെ നിയന്ത്രണം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹി അങ്ങോട്ട് പിരിഞ്ഞ് വഹിയിൽ നിന്നും വിരാമം കുറിച്ച് ജിബ്രീലിന്റെ തിരിച്ചു പോകുന്നതിന് മുമ്പ് നബിതങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ നിന്നും വിയർത്ത് ഇങ്ങനെ ഒലിക്കുന്ന അവസ്ഥ കാണാൻ സാധിച്ചു. അത്ര ശക്തമായ ഭാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. അറഫ മൈതാനിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനക്കും മാത്രം അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന പരിശുദ്ധമായ വചനം ഇറങ്ങിയ ആ മഹാസംഭവം വളരെ വ്യക്തമായി, വളരെ പരസ്യമായി ബാഹുല്യം കൊണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തിന് മുമ്പിൽ പരസ്യമായി ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഖുർആൻ ഷരീഫിന്റെ ഈ വചനം. നബിതങ്ങൾ ഒരു ഒട്ടകപ്പുറത്തായിരിക്കുന്നത്. സഹാബത്ത് പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ അവതരണത്തിന്റെ ഭാരം കൊണ്ട് അതിശക്തനായ ഒട്ടകം മുട്ടുകുത്തിപ്പോയി എന്ന് പറയുന്നു. താങ്ങാൻ കഴിയാതെ മുട്ടുകുത്തിപ്പോയി എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു വഹി ഇറങ്ങുന്ന സമയത്ത് എത്രയോ ഭാരം ചുമക്കാൻ ശേഷിയുള്ള ഒരു ഒട്ടക മൃഗത്തിന് പോലും അത് താങ്ങാൻ കഴിയാതെ ഭാരമുള്ള അവസ്ഥയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞെക്കി അമർത്തി ഒരു ശക്തമായ ഭാരം ചുമലിലേൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ നലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. തൂലികയിലൂടെ പേനയിലൂടെ മനുഷ്യൻ അറിയാത്തതെല്ലാം മനുഷ്യനെ പഠിപ്പിച്ച റബ്ബിന്റെ നാമം കൊണ്ട് നബിയെ തങ്ങൾ വായിച്ചു തുടങ്ങുക എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിനോട് അല്ലാഹു തആല ആദ്യത്തെ വചനങ്ങളായിട്ട് ഇറങ്ങിക്കൊടുത്തു. ഈ ആദ്യ വചനങ്ങളും ഇറങ്ങി തുടങ്ങുന്നത് റമളാൻ 17-നാണ്. റമളാൻ 17-നാണ്. റമളാനിൽ എന്ന് മാത്രമല്ല, ഈ 17-ന്റെ ഈ ദിവസം പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ അല്ലാഹു തആല ഇറക്കിയ അതേ ദിവസം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം 15-ാമത്തെ വർഷം ബദർ എന്ന് പറയുന്ന ആ സമരത്തിന് സാക്ഷിയായിട്ടുള്ളതും അതേ ദിവസമാണ്. രണ്ടിനെയും അല്ലാഹു തആല ഒരേ രീതിയിൽ തന്നെയാണ് അതിനെ വിലയിരുത്തി പറയുന്നത്. റമളാനിനെ കുറിച്ച് പറഞ്ഞ അതേ ആയത്തുകളിൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, വ്യക്തമായ നിർദ്ദേശങ്ങളുമായി ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന, സത്യത്തിന്റെയും അസത്യത്തിന്റെയും തമ്മിൽ വേർതിരിക്കുന്ന വസ്തുതകളുമായി പരിശുദ്ധമായ ഖുർആൻ. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ ജംആൻ യൗമൽ തഖൽ ജംആൻ എന്ന് ബദറിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത് കാണുന്നുണ്ട്. നാം നമ്മുടെ ദാസന്റെ മേൽ ഇറക്കിയിട്ടുള്ള പരിശുദ്ധമായ വചനങ്ങൾ ഏത് ദിവസം? യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. സത്യവും അസത്യവും മാറ്റുരച്ച ആ സമരമുഖം, ആ യുദ്ധസമയത്ത് രണ്ട് സൈന്യങ്ങൾ ഒരുമിച്ച് കൂടിയ ദിവസം നാം ഖുർആൻ ഷരീഫിനെ ഇറക്കിയെന്ന് അല്ലാഹു തആല ബദറിനെ കുറിച്ചും പറയുന്നുണ്ട്. ദിവസങ്ങളെ അല്ലാഹു തആല കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ്. ഒരു യാദൃശ്ചികമായി സംഭവിച്ചു പോകുന്ന സംഭവങ്ങളല്ല എന്ന് ഇതൊക്കെ തന്നെ എമ്പാടും മതി നമുക്ക് മനസ്സിലാക്കാൻ. എന്തൊക്കെയോ പ്രത്യേകതകൾ ആ ദിവസത്തിനും ആ മാസങ്ങൾക്കുമൊക്കെ പടച്ചതമ്പുരാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ബദറിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ശരീഫിനോട് അല്ലാഹു തആല വിവരിക്കുമ്പോൾ ബദറുമായി ബന്ധപ്പെട്ട ആയത്തൊന്നെടുത്ത് പരിശോധിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും വരാനിരിക്കുന്ന റമളാനിന് മുമ്പ് തന്നെ പണി തീർത്ത് പോരാനുള്ള ഏർപ്പാടുമായി നീങ്ങി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്ന കച്ചവട സംഘത്തെ പിടികൂടാൻ ആളുകളെ പറഞ്ഞയച്ച് കാത്തിരിക്കുകയാണ്. റമളാനൊന്നും വന്നിട്ടുള്ള റമളാന്റെ ദിവസങ്ങൾക്ക് മുന്നേ. പക്ഷേ പടച്ചവൻ ചില കാര്യങ്ങൾ കണക്കുകൂട്ടി, അത് നഷ്ടപ്പെട്ടു. പിന്നീട് തിരിച്ചു വന്ന അബൂ സുഫിയാന്റെ സംഘം ഫലസ്തീനിൽ നിന്നും വലൗ തവാഅത്തും ലഖ്തലഫ്തും ഫിൽ മിയാദ് വലാകിൻ ലിയഖ്ദി അല്ലാഹു അംറൻ കാന മഫൂല വലാകിൻ ലിയഖ്ദി അല്ലാഹു അംറൻ കാന മഫൂല. രണ്ട് സ്ഥലത്ത് അല്ലാഹു തആല ബദറുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. പടച്ചവന് കൃത്യമായ കണക്കുകൂട്ടലൂടെയായിരുന്നു ബദർ എന്ന് നടക്കണമെന്ന്.
അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള പോക്കിൽ കിട്ടിയില്ല അബൂ സുഫിയാൻ ഈ സംഘത്തെയും. തിരിച്ചു വരുന്ന സംഘത്തെ പിടികൂടാൻ ആദ്യത്തെ പതാകയുമായിട്ട്, ആദ്യത്തെ സമരനായകനായിട്ട് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതാകയും കൊടുത്തു വിട്ടു. റമദാൻ 1 ആ സംഘം ഇവരെ പിടികൂടാൻ സാധിച്ചില്ല എന്നത് മനസ്സിലാക്കി പിന്നീട് അവിടുന്ന് തിരിച്ചു വന്ന മക്കയിൽ നിന്ന് വന്ന അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘത്തെ നേരിടാൻ വേണ്ടി അവസരങ്ങൾ സൃഷ്ടിച്ചു. ഇങ്ങനെ വന്നു അത് താമസം പിടിച്ചു. എവിടെ എത്തി? അവസാനം റമദാൻ 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും ഇവിടുന്ന് പുറപ്പെട്ട് റമദാൻ 15 കൃത്യസമയത്ത് പരിശുദ്ധ ഖുർആൻ ശരീഫിന് അവതരണം കുറിച്ച അതേ ദിവസത്തിലേക്ക് നാം കണക്ക് കൂട്ടി കൊണ്ടുവരികയായിരുന്നു എന്ന് പടച്ചവൻ. വലൗ തബഅത്തും, ഒരുപാട് സമരങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. തബൂക്ക്, ഖന്തക്ക്, ഉഹദ്, ഇതിന്റെയൊക്കെ സ്വഭാവം എടുത്ത് നോക്കിയാൽ കൃത്യമായ സ്ഥലം, കൃത്യമായ സമയം, ഇന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പ്ലാൻ ചെയ്ത സമരങ്ങളായിരുന്നു. നേരത്തെ ഒരു വർഷം മുമ്പൊക്കെ വിളംബരം ചെയ്ത സമരങ്ങളായിരുന്നു ഓരോന്നും, രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് നിന്ന്. ഇങ്ങനെ വലവ് തബൂഅത്തും, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുറച്ച കൃത്യമായ തീയതി നിങ്ങൾ ഉറപ്പിച്ചിട്ടായിരുന്നു ഇത് നടത്തിയിരുന്നുവെങ്കിൽ ലഖ്തലഫ്തും ഫിൽ മിയാദ്, ആ ഉറപ്പൊന്നും നടക്കുകയില്ലായിരുന്നു. വലാകിൻ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കണ്ടു. ലിയഖദി അല്ലാഹു അംറൻ കാന മഫൂല, പ്രായോഗിക തലത്തിൽ നടക്കണമെന്ന് പടച്ചവൻ തീരുമാനിച്ച ആ തീരുമാനം പുലരാൻ പടച്ചവൻ വേറെ ചില കണക്കൂട്ടലുകൾ നടത്തി. അങ്ങനെ കൃത്യമായ റമദാൻ 15 ആ സംഭവം കൊണ്ടെത്തിച്ചു അല്ലാഹു. ഇത് ബദറുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. പഠനവിധേയമാക്കേണ്ടതാണ്. ഇങ്ങനെ റമദാനിൽ സാക്ഷ്യമായ ഒരുപാട് സംഭവങ്ങൾ. ഫതഹ് മക്ക, മക്കയുടെ വിജയം ഒരു റമദാൻ 21 പ്രസിദ്ധമായ സംഭവം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വലിയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. അല്ലാഹു തആല വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടി മക്ക വിജയത്തെ അതിന്റെ കണക്കൂട്ടലുകളോട് കൂടി തന്നെ കൊണ്ടെത്തിച്ച സംഭവമാണ് മക്ക വിജയം എന്നുള്ളത്. കാരണം അതിനു മുമ്പുണ്ടായ ഓരോരോ സംഭവവും ചരിത്രവും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇത് വരാനിരിക്കുന്നുവെന്ന് അതിന് മുന്നേ തന്നെ അല്ലാഹു തആല ഖുർആൻ ശരീഫിന്റെ ആയത്തിലൂടെ പറയുന്നുണ്ട്. പ്രവാചകന് സ്വപ്നം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സംഭവം നടക്കാൻ പോകുന്നതിനെ കുറിച്ച്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. എന്താ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും ഫത്ഹും വന്നാൽ എന്ന് വരുന്നതിന് മുമ്പുള്ള കണക്കൂട്ടലുകളാണ്. വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ആയത്തിലൂടെയും സൂറത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മഹത്തായ സംഭവമാണ് മക്ക ഫത്ഹ്. അതിനെയും അല്ലാഹു തആല റമദാൻ 21 കൊണ്ടെത്തിച്ചു. തൊട്ട് അടുത്ത ദിവസം തായിഫിലേക്ക് ഒരു സമരനീക്കം നടത്തി. റമദാൻ 22 ഉഹദ് യുദ്ധം റമദാൻ 13 ഹിജ്റ 3-ാം വർഷം നടക്കേണ്ടിയിരുന്ന ഉഹദ് റമദാനിൽ അതിന്റെ ഒരുക്കങ്ങൾ നടന്നിരുന്നു. കാരണം ശവ്വാൽ 7-നാണ് ഉഹദ് നടക്കുന്നത്. ഖന്തക്ക് ഹിജ്റ വർഷം 5-ൽ നടന്ന സമരമാണ്. അതിന്റെ കടങ്ങു കുഴിക്കുന്ന പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിലായിരുന്നു. തബൂക്ക് യുദ്ധം ഹിജ്റ 9-ൽ നടന്ന സമരമാണ്. തബൂക്ക് അത് റമദാൻ 8-നായിരുന്നു. ഹിജ്റ 9-ൽ റമദാൻ 8-നായിരുന്നു തബൂക്കിന്റെ സമരം നടക്കുന്നത്. എന്തുകൊണ്ടും നമുക്കൊക്കെ ഇന്നുള്ള റമദാൻ എന്ന് പറയുന്ന ആ പ്രയോഗം ഉണ്ടല്ലോ, നമ്മൾ കുറെ വർഷങ്ങൾ മുമ്പൊക്കെ പറയാറുണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പൊരിയുന്ന വെയില്, എന്ന് പറയാറുണ്ട്. ഐ ശിദ്ദത്തുൽ ഹർ എന്ന അറബിയുടെ അർത്ഥം. അതിശക്തമായ ചൂടിൽ ആടിനെ മേയ്ക്കുന്ന പ്രയോഗത്തിന് അറബിയിൽ റമളാ എന്ന് പറയും. ശക്തമായ ചൂടില്, ശക്തമായ വെയിലിൽ. അതുകൊണ്ട് ഈ ഗൾഫ് നാടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സഹാബത്ത് ആഗ്രഹിച്ച ഒരു കാലഘട്ടമാണ്. ശക്തമായ വെയിലിൽ, ശക്തമായ ദാഹമുണ്ടാകുന്ന സമയത്ത്, ആ പൊരിഞ്ഞ ചൂടുകാലത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് കിട്ടുന്ന നന്മ അത് നിസ്സാരമല്ല. അതുകൊണ്ട് നമ്മള് കുറച്ചെങ്കിലും
ഇവിടെ നിന്ന് ഈ ചൂടൊക്കെ കൊണ്ട് അനുഭവിച്ച് നോമ്പനുഷ്ഠിച്ചിട്ട് നാട്ടിൽ പോയാൽ മതി എന്നൊരു നിയ്യത്ത് വെച്ചാൽ വലിയ പ്രതിഫലം പടച്ച തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പരിശുദ്ധമായ റമദാനിന്റെ അത്ര ഉയർന്ന കർമ്മങ്ങളായി, ഏറ്റവും ഉയർന്ന മേഖലകളായി നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ നോമ്പിനെ നമുക്ക് ആക്കി തരാൻ, നമുക്ക് അതിനു വേണ്ടി ഈ ഒരു കഠിനാധ്വാനവും ഈ ശ്രമവും നമ്മൾ ഒരു കാരണമായി സ്വീകരിക്കുക. ആ ഒരു നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അമലിന്റെ രംഗത്ത് മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് ഒരാളും ഒഴിഞ്ഞു പോകരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. വളരെ കാര്യമായ സക്കാത്തിന്റെ ചില വിഷയങ്ങൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട, കാരണം നമ്മളെ നാട്ടിലൊക്കെ ആളുകൾക്ക് സക്കാത്തിനെ പറ്റി അത്ര കേട്ടോളണമെന്നൊന്നുമില്ല. അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വലിയ ഹരവുമില്ല. തറാവീഹിന്റെ എണ്ണവും തറാവീഹിന്റെ റക്കാത്തിന്റെ എണ്ണത്തിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ ഭയങ്കര പൂതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പൂതിയില്ലാത്തൊരു കാര്യമാണ് സക്കാത്ത്. പക്ഷെ നമ്മുടെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മസായിലുകൾ സക്കാത്തുമായിട്ട് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അത് കേൾക്കാൻ വേണ്ടി വരണം. പരിശുദ്ധ ഖുർആൻ ശരീഫുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും ഖുർആന്റെ മഹത്വങ്ങളെ കുറിച്ചും ഒക്കെ ഇൻഷാ അല്ലാഹ് കേൾക്കണം. എന്താണ് ഖുർആൻ എന്നതിനെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ പഠനം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ട് അമൽ ചെയ്യാൻ പഠിത്തം തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും വുളൂ ചെയ്ത് നമസ്കരിച്ച് വളരെ പെട്ടെന്ന് തന്നെ 8:40 തുടങ്ങാം. 8:40 ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തുക എല്ലാവരും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ അവതരണമാണ് റമദാൻ മാസത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ആവർത്തിച്ചു വരുന്ന ഖുർആനിന്റെ ഒരു ആഘോഷ ദിനരാത്രങ്ങളാണ് റമദാൻ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. വെറും ഒരു അന്നപാനീയങ്ങൾ ഒഴിവാക്കി അതിൻ്റെ പകലിൽ ചെയ്യുന്ന വ്രതാനുഷ്ഠാനം മാത്രമല്ല റമദാനിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാതൃക. അതിൻ്റെ രാവുകളും ഹയാത്താക്കുകയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹദീസിലൂടെ കാണാൻ സാധിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിന്റെ ഒരു വാർഷിക ആഘോഷമായി തന്നെയായിരുന്നു റമദാനിനെ കണ്ടിരുന്നത് എന്ന്. ഓരോ വർഷാവർഷവും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി ആ സമയത്തെ കാത്തിരുന്നുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്ന് നിബിതങ്ങളുടെ അമലിൽ നിന്നും കർമ്മരംഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ റമദാനിലും നിബിതങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. ഇരുന്നിട്ട് അവതരിച്ചിട്ടുള്ള അത്രയും ഖുർആനിന്റെ ഒരു ഖതം നിബിതങ്ങൾ ഓതുന്നത് ജിബ്രീൽ ഓതുന്നത് നിബിതങ്ങളും കേട്ടുകൊണ്ട് ഒരു മുദാറസ നടത്താറുണ്ടായിരുന്നു. ഹദീസിൽ കാണാൻ സാധിക്കും. എത്ര സമയമാണെന്ന് ആലോചിച്ചു നോക്കി. നിബിതങ്ങൾ തഹജ്ജുദ് നമസ്കാരങ്ങളിലൂടെ നിന്ന് നമസ്കരിച്ചു ഓതുന്ന ഖുർആൻ ഷരീഫിന് പുറമെ കൂടാതെ ജിബ്രീലുമായി ഇരുന്ന് കൊടുക്കുകയാണ്. ഖുർആനിനെ അത് മുഴുവനായി ആദ്യം മുതൽ അവസാനം വരെ ഓതി ഖത്മ് ചെയ്യാൻ. നിബിതങ്ങൾ ഓതുന്നത് ജിബ്രീൽ കേൾക്കുന്നു, ജിബ്രീൽ ഓതുന്നത് നിബിതങ്ങളും കേൾക്കുന്നു. അതിന്റെ നിബിതങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ, അതിന്റെ മുമ്പത്തെ റമദാനിൽ തബൂക്ക് യാത്രയുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഹിജ്റ 9 തബൂക്കിന്റെ
സമരമുഖം നടക്കുന്നത് റമദാൻ 8-നായിരുന്നു വന്ന്. ആ യാത്രയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഅ്തികാഫും ഇതിനുള്ള അവസരവും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ എന്ത് ചെയ്തു? വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള വർഷം റമദാനിൽ 2-10 ഇഅ്തികാഫ് ഇരുന്ന് ഈ കൃത്യം നിർവഹിച്ചു. സാധാരണ റമദാനിൽ അവസാനത്തെ 10 മാത്രം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 2-10-20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിട്ട് 2 ഖത്മ ഖുർആൻ ശരീഫ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കുമായി ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുദാറസ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ഒരു വർഷത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അടുത്ത വർഷം നികത്തുക പോലും ചെയ്തു നബി തങ്ങൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വൃഥാനുഷ്ഠാനം മാത്രമല്ല, അതിന്റെ പുണ്യമായ രാവുകളിൽ പരിശുദ്ധ ഖുർആൻ ശരീഫിനെ ഓതിക്കൊണ്ട് നമ്മളത് ആഘോഷ ദിനമാക്കേണ്ടതുണ്ട്. അത് ഓതിയും പഠിച്ചും മനസ്സിലാക്കിയും കൊണ്ട് നമ്മൾ ശരിക്കും അതിന്റെ എല്ലാ അതബോടുകൂടി മര്യാദകളോടുകൂടി നമ്മൾ അതിനെ ഉൾക്കൊള്ളേണ്ടവരുണ്ട് ആയിട്ടുണ്ട്. നമ്മള് ഖുർആൻ ശരീഫിന്റെ ശൈലി അതാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഇശാക്ക് നമസ്കരിക്കുന്ന സമയത്ത് ഖത്തീബ് അവറുകള് സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ഭാഗം ഓതുന്ന സമയത്ത് അറിയാതെ കണ്ണിന്ന് കണ്ണുനീരൊലിച്ചു പോവുകയാണ്. അതായിരുന്നു സഹാബത്തിന്റെ മൊത്തം വിശിഷ്ട ഗുണമായിരുന്നു അത്. ഖുർആൻ ശരീഫ് പഠിക്കുക എന്ന് മാത്രമല്ല, പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പഠനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ അത് സംഭവിക്കും. നമ്മൾ മനസ്സിലാക്കാതെ തന്നെ ചിന്തിക്കാതെ തന്നെ നമ്മളൊന്നും കണ്ണ് നനഞ്ഞു പോകും, രോമാഞ്ചം അനുഭവപ്പെട്ടു പോകും. നമ്മളിവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ സ്ക്രീനിൽ വെച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ശരീഫിലെ സൂറത്തുർ റഹ്മാനിന്റെ കുറെ ആയത്തുകൾ കാണിച്ചു. സസ്യഗോള ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്ന ഖുർആൻ, സമുദ്ര രഹസ്യങ്ങളെ കുറിച്ച് പറയുന്ന ഖുർആൻ, ഗോളശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്ന ഖുർആൻ, ജിയോളജിസ്റ്റ് എന്ന് അതിന്റെ ഒരു മൂലഗ്രന്ഥമായിട്ട് അല്ല ഖുർആൻ ശരീഫ് നമ്മൾ കാണുന്നതെങ്കിലും എവിടെയോ സത്യനിഷേധികളുടെ കണ്ണടച്ചു നിൽക്കുന്ന അവരുടെ നിഷേധത്തെ കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് പോലും അള്ളാഹു ഇടക്കിടക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇന്ന് ആധുനിക ലോകം 20-ാം നൂറ്റാണ്ടിൽ പോലും അതിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും കണ്ടെത്തിയ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ. ഈ അർത്ഥത്തിലൊന്ന് ചിന്തിച്ചു നോക്കി, ആർക്കാണ് കണ്ണുനീര് വരാതിരിക്കുക? അള്ളാഹുവിന്റെ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ വിളിച്ചോതുന്ന സമയത്ത് നമുക്കത് സംഭവിക്കണം. പരിശുദ്ധമായ ഖുർആൻ ശരീഫിലുള്ള അല്ലാഹു തആല മഹ്ശറയെ കുറിച്ച് പറയുന്നിടത്ത്, അള്ളാഹുവിന്റെ വിശിഷ്ട ഗുണങ്ങളെ കുറിച്ച്, നാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്നൊരൊറ്റ ഉരിയാടൽ അല്ലാഹ് എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാക്കും. അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ എന്നിങ്ങനെ പടച്ച തമ്പുരാനെ വർണ്ണിക്കുന്ന വർണ്ണനങ്ങൾ നമുക്ക് വെറുതെ കടന്നു പോകാൻ പറ്റുകയില്ല. അത് വന്നു പോകും. കഴിഞ്ഞ വ്യാഴാഴ്ച വിമാനത്തിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് ഇതേ ഒരു അനുഭവം സംഭവിച്ചു പോയത്. വെറുതെ ഒരു പത്രത്താളിൽ കണ്ട ആ തലക്കെട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സിസ്റ്റർ കയ്യിൽ നിന്നും പത്രം എടുത്ത് വായിച്ചു. ദൈവിക കണം. വലിയ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വലിയ തലക്കെട്ടായി കൊടുത്തിരുന്ന ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചുള്ള, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതവന്റെ കണ്ണിൽ നിന്നും കണ്ണിനിരുട്ടി വിടാൻ തീർത്തും വക കൊടുക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മക്ക മലകൾക്കിടയിൽ മാത്രം ഒതുങ്ങി ജീവിച്ച തീർത്തും ഉമ്മിയീങ്ങൾ എന്ന് പറയുന്ന നിരക്ഷരരായ ആ ജനവിഭാഗത്തിൽ നിന്നും വളർന്നിരുന്ന പ്രവാചകൻ എവിടുന്നാണ് ഈ ഗോളശാസ്ത്രത്തെ കുറിച്ച് ഇത്ര കണ്ട് വ്യക്തമായി പറയാൻ എവിടുന്ന് കിട്ടി? ഒരു ആദിവാസിയായ ഒരു മനുഷ്യൻ ഗോളശാസ്ത്രത്തെ പറയുന്നു. ഒരു ആദിവാസികൾക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ സമുദ്രശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു. സമുദ്രത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്നു. ആർക്കാണ് പരിഹാസം തോന്നാത്തത്? അന്ന് എന്തുകൊണ്ട് ശത്രുക്കൾക്ക് അതൊരു പരിഹാസമായി തോന്നിയില്ല? അവലം യറല്ലദീന കഫറൂ അന്ന السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي. സത്യനിഷേധികൾ കാണുന്നില്ലേ? സത്യനിഷേധികൾ കാണുന്നില്ലേ? അന്ന السماوات والأرض كانتا رتقا, ആകാശവും ഭൂമിയും ഒക്കെ അടങ്ങുന്ന ഈ പ്രപഞ്ചങ്ങളൊന്നാകെ ഒട്ടിച്ചേർന്ന ഒരൊറ്റ വസ്തുവായിരുന്നു.
പിളർത്തി, നാം അതിനെ സ്ഫോടനത്തിലൂടെ പിളർത്തി. സർവ ജീവജാലങ്ങളുടെയും ജീവിതം വെള്ളത്തിൽ അധിഷ്ഠിതമാക്കി, വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും അവന്റെ ഉത്ഭവം, മനുഷ്യന്റെ എല്ലാ ജീവജാലങ്ങളുടെ ഉത്ഭവം അങ്ങനെയാക്കി. ഇവരെ ഈ ഒരു വസ്തുക്കൾക്ക് പിണ്ഡവും രൂപവും നൽകുന്ന ദൈവിക കണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വസ്തുക്കളുടെ രേഖാചിത്രം വരെ പുറത്തുവിട്ടിട്ട് അവർ പറഞ്ഞതേതാ, ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കണ്ടെത്തിച്ച, അതിലേക്ക് വേദനിച്ച സത്യം, ഈ ഭൂമി അത് ഏതോ ഒരു ഗോളത്തിൽ നിന്നും അടർന്ന് വേർതിരിഞ്ഞതാണ് എന്ന സത്യത്തിലേക്കാണ്. ആ യാഥാർത്ഥ്യമാണ് ഈ ഒരു കണ്ടെത്തലേക്ക് നമ്മൾ എത്തിച്ചത്. അത് ഏതോ ഒന്നിൽ നിന്ന് പിളർന്നതാണ്. ഒന്നുകിൽ ചന്ദ്രനിൽ നിന്ന്, അതല്ലെങ്കിൽ സൂര്യനിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റേതോ ഒരു ഗോളത്തിൽ നിന്നും പിളർന്നുണ്ടായതാണ് ഭൂമി എന്നതിൽ തർക്കമില്ല. ആ ഒരു ലൈനിലൂടെ പഠനം നടത്തിയപ്പോൾ കണ്ടെത്തി എങ്ങനെയാണ് ഈ വസ്തുക്കൾക്ക് പിണ്ഡവും രൂപവും പടച്ചതമ്പുരാൻ കൊടുത്തിട്ടുള്ളത് എന്ന്. ഓരോ വസ്തുക്കൾക്കും ഓരോ രൂപം, ഓരോ മനുഷ്യനും ഓരോ രൂപം, ഓരോ മൂലക്കും ഓരോ രൂപം, ഓരോ ഉറുമ്പിനും വ്യത്യസ്തമായ രൂപം, ഒന്നിനും മറ്റൊന്നില്ലാത്ത വിശേഷങ്ങൾ. ഇത് എവിടെ നിന്ന് പടച്ചവന്റെ ലിസ്റ്റിൽ എവിടെ ഉണ്ടായി എന്നതിനെ കുറിച്ച് മഹാ അത്ഭുതകരമായി ഞങ്ങളെ വിളിച്ചോതുന്നു, ഞങ്ങളെ അറിയിക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒന്നോ രണ്ടോ അത്ഭുതമല്ല ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അത്ഭുതങ്ങളുള്ള രീതിയിലൂടെ നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ എങ്ങനെ എവിടെ നിന്ന് കിട്ടി പ്രവാചകന് മുൻകാല ചരിത്രങ്ങളിലൂടെ അത് പഠനം നടത്താത്ത, ഏതെങ്കിലും ഒരു പുറകലിന്റെ സന്നിധിയിൽ പോലും വന്നിരിക്കാത്ത പ്രവാചകന് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഭവങ്ങൾ എങ്ങനെ കിട്ടി? ആദം നബിയുടെ സംഭവം എവിടെ നിന്ന് കിട്ടി? അതേപോലെ ലൂത്ത് നബിയുടെ സംഭവം, സമൂഹത്തിന് അകപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് എവിടെ നിന്ന് കിട്ടി? ഇബ്രാഹിം നബിയുടെയും ഫിർഔനിന്റെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ചരിത്രങ്ങൾ വസ്തുനിഷ്ഠമായി തൗറാത്തിൽ പോലും വളച്ചൊടിക്കപ്പെട്ടിട്ട് മൂസാ നബിയെ വളരെ മോശമായി, ലൂത്ത് നബിയെ വളരെ നിന്ദ്യമായ രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടും ഖുർആൻ ശരീഫിന്റെ സത്യമായ അവസ്ഥ എങ്ങനെയാണ് വിവരിക്കാൻ സാധിച്ചത്? തങ്ങൾക്ക് വിവരിച്ചിരിക്കുന്ന ഈ ചരിത്രങ്ങൾ അത്രയും തങ്ങൾക്കോ തങ്ങളുടെ സമുദായത്തിനോ ഇതിനു മുമ്പ് ഒരിക്കലും അതിന്റെ അടുത്ത് പോലും എത്താവുന്ന വിവരം ഉണ്ടായിരുന്നില്ല. ഇതൊത്രയും നാം നബിയെ തങ്ങളിലേക്ക് വഹി ദിവ്യ സന്ദേശമായി അറിയിച്ചു തന്നിരിക്കുന്നു. എന്തെല്ലാം രഹസ്യങ്ങൾ, എന്തെല്ലാം ചരിത്രങ്ങൾ! വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നതും അതിനുശേഷം വിദൂര ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചുമൊക്കെ ഖുർആൻ ശരീഫിലൂടെ പറഞ്ഞില്ലേ? അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം വഹും മിൻ ബാദി ഗലബിഹിം ഫീ അദ്നൽ അർളി വഹും മിൻ ബാദി ഗലബിഹിം സയഗ്രിബൂൻ ഫീ ബിദ്ഇ സിനീന ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു മിൻ ബഅദു വയൗമഇദിൻ യഫറഹുൽ മുഅ്മിനൂൻ. എത്ര അത്ഭുതകരമായിരുന്നു! ഈ ഒരു സംഭവത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമയ്യ ഇബ്നു ഖലഫും പറ്റുവെക്കുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ അന്നത് നിഷിദ്ധമാക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു. 100 ഒട്ടകം, ആദ്യം 10 ഒട്ടകമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയത് ഹിജ്റ 7-ാം വർഷമായിരുന്നു. ഈ ആയത്തിറങ്ങുന്ന ഹിജ്റക്ക് മുമ്പ് മക്കയിൽ ജീവിച്ചിരിക്കുന്ന 7-ാമത്തെ വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുലിബത്തിർ റൂം, റോം അഥവാ കൈസർ രാജവംശം പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ മേൽ പേർഷ്യൻ ചക്രവർത്തികൾ വന്ന് അവരെ, കിസ്റയുടെ രാജാക്കന്മാർ വന്ന് യുദ്ധം നയിച്ചുകൊണ്ട് അവരെ കീഴടക്കിയിരിക്കുന്നു. ഫീ അദ്നൽ അർള് വഹും മിൻ ബാദി ഗലബിഹിം സയഗ്രിബൂൻ. താമസിയാതെ ആ റോമക്കാര് വീണ്ടും വിജയം കൈവരിക്കുന്നതാണ് ഈ പേർഷ്യക്കെതിരിൽ. ഈ ആയത്തിറങ്ങിയ സമയത്ത് വളരെ പരിഹാസമായി തോന്നിയവർക്ക്, റോമിന് അതപ്പച്ചിരിക്കുന്ന അതപ്പതനം, സത്യത്തിൽ നിന്ന് ക്രിസ്തീയ രാജവംശമായിരുന്ന റോം അവരുടെ വിജയത്തിലും അവരുടെ പരാജയത്തിലും മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ദുഃഖിക്കുകയും അതുപോലെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. മറുവശത്ത് മുശ്രിക്കീങ്ങളുടെ, ഹൈന്ദവരുടെ ഒരു വിഭാഗമായ പേർഷ്യക്കാരും, അന്നത്തെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്ഷം ചേരൽ തീർച്ചയായിട്ടും പേർഷ്യയുടെ ഭാഗത്താണ്. പക്ഷേ ഈ റോമിന് സംഭവിച്ചിരിക്കുന്ന ഈ പരാജയം അവരത് തിരിച്ചു വരും, അവർ വീണ്ടും പേർഷ്യക്കെതിരെ വിജയം കൈവരിക്കുമെന്ന ഖുർആൻ ശരീഫിന്റെ ആയത്ത് വരിക്കുമെന്നല്ല, ഫീ ബിദ്ഇ സിനീൻ, ചില്ലറ വർഷത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു, എന്നുവരെ കൃത്യമായി പറഞ്ഞു.
ഇത് കണ്ട അബൂബക്കർ റളിയല്ലാഹു തആല ഈ ഖുർആൻ ശരീഫിന്റെ ആയത്തവരുടെ മുമ്പിൽ മുശ്രിക്കീങ്ങളുടെ മേൽ ഓതിക്കേട്ടപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റിവെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 10 ഒട്ടകം, അതിന് ജാമ്യം വരെ വെച്ച ആളുകളെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് വിവരം പറഞ്ഞു. അപ്പൊ എത്ര വർഷം കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞു 3 വർഷത്തിന്റെ ഉള്ളിൽ എന്നുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ മിൻ 3 ഇല 9, 3 മുതൽ 9 വരെയാണ്. അതുകൊണ്ട് നീ അവിടെ ചെല്ലണം, തിരിച്ചു ചെല്ലണം. ചെന്നിട്ട് 10 ഒട്ടകത്തിൽ വരെ 100 ആക്കിക്കോ, 10ന് പകരം 100 ആക്കിക്കോ. വർഷം 9ന്റെയും 3ന്റെയും ഇടയിൽ ഉണ്ടാക്കി കൊടുത്തളാറ്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു കണ്ടപ്പോ തന്നെ ഉമയ്യത്ത് ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങളിപ്പോ പിന്വരിയാൻ വേണ്ടി വന്നായിരിക്കില്ലേ? അല്ല, ഇങ്ങനെയാണ് വന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ 100 ഒട്ടകമാക്കി, 100 ഒട്ടകമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലജീവിതത്തിൽ തന്നെ സംഭവിച്ചു. 7ാമത്തെ വർഷം, ഒരു 4 വർഷം പിന്നിട്ടപ്പോൾ റോം വളരെ അത്ഭുതകരമായ രീതിയിൽ, ചരിത്രത്തിലെവിടെയും കാണപ്പെടാത്ത രീതിയിലാണ് റോം പിന്നീട് പേർഷ്യക്കെതിരെ വിജയം കൈവരിക്കുന്നത്. അതേ ഭൂമിയിൽ വെച്ചുകൊണ്ട്, അതേ ഭൂമിയിൽ വെച്ചുകൊണ്ട്. ഇതൊരു പ്രവചനമാണെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അതേ ആയത്തിൽ തന്നെ എന്നൊരു പ്രയോഗമുണ്ട്. ഇവിടെ അനസമോല ഇരിക്കുന്നുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ചോദിച്ചു നോക്കുക, ഫി അദനൽ അർള് എന്ന ആ പരാമർശത്തിന് എന്താണ് വിവരണം പഠിച്ചിട്ടുണ്ടായിരിക്കുക? നമുക്കൊക്കെ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ഒരു പ്രയാസമെന്ന ഒരു അർത്ഥമായിരുന്നു നമ്മുടെ മുമ്പിൽ കാണാറുണ്ടായിരുന്നത്. ഫി അദനൽ അർള്, സമീപ പ്രദേശത്ത് നിന്നാണ് അർത്ഥം കൊടുത്തത്. സമീപ പ്രദേശം, അതായത് മക്കയുടെ സമീപത്താണോ ഈ പ്രദേശം? എവിടെയാണിത്? ബഹ്റുൽ മയ്യത്ത് എന്ന ചാവ് കടലിന്റെ തീരപ്രദേശമാകുന്ന ലൂത്ത് നബിയുടെ സമുദായത്തെ അല്ലാഹു തആല അട്ടിമറിച്ച് ശിക്ഷ ഇറക്കി എന്ന് പറയപ്പെടുന്ന ആ സദൂം ഗോത്രക്കാരൊക്കെ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന സിറിയയുടെയും അതേപോലെ തന്നെ ഇന്നത്തെ ഫലസ്തീനിന്റെ മുഖ്യമായ പ്രദേശമാകുന്ന ആ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ റോം അധിവസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണത്, റോം. അതിന്റെ കൃത്യമായ അർത്ഥം എന്താണ് എന്ന് ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് വ്യക്തമാകാൻ സാധിച്ചു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ സഞ്ചാരം എന്ന് .com അടിച്ചു കൊടുക്കിയാൽ ഈ നമ്മുടെ കേരളക്കാരനായ ഒരാള് ഓരോ നാട് സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഫോട്ടോസ് സഹിതം കൊടുക്കുന്നുണ്ട്. അത് ചാവുകടൽ എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണ്ടേ, ഒരുപാട് ഗുണപാഠങ്ങളുടെ അവിടെ കിട്ടും ചാവുകടലിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് വാക്കുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കിൽ വരെ പറയുന്നുണ്ട്, ലോകരാജ്യങ്ങളിൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും താഴ്ന്ന പ്രതലമാണ് ഈ കാണുന്ന പ്രദേശം, ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 400 അടി താഴെയാണ് ഈ ചാവുകടലിന്റെ പരിസരം. ഉറുദുവിന്റെ ആ മലമടക്കുകളാകുന്ന ചെറിയ ചെറിയ കുന്നുകൾ അവിടെ കിടക്കില്ലായിരുന്നുവെങ്കിൽ ഈ പ്രദേശമൊക്കെ എന്നോ വെള്ളത്തിനടിയിലായി പോകുമായിരുന്നു. അത്ര താഴ്ന്ന സ്ഥലം, ലോകത്ത് ഭൂമിയിൽ വെച്ച് ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും 400 അടിയോളം താഴെ. ഫി അദ്നൽ അർള്. പരിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ഈ ആയത്തിന് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും അടിത്തട്ടുള്ള പ്രദേശം എന്ന് വിശേഷിക്കുന്ന ഈ സ്ഥലത്ത് റോമൻ ചക്രവർത്തികൾ അവരെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും തിരിച്ചു വരുമെന്ന് ഖുർആൻ ശരീഫിന്റെ വെല്ലുവിളി, ഖുർആൻ ശരീഫിന്റെ പ്രവചനങ്ങൾ. ഇത്ര മഹാ അത്ഭുതങ്ങള് എവിടെ നിന്നാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നത്? ഗ്രന്ഥമാകുന്ന ഖുർആൻ ശരീഫിനെ കുറിച്ച് അതിന്റെ അത്ഭുതങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ഇതിനപ്പുറം എന്തെങ്കിലും വേണോ? നമ്മളിവിടെ ഇരിക്കുന്നതിനിടയിൽ ഒരു ആയത്തോതി, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ഈ ഹിജാസി പ്രദേശം വിട്ട് മറ്റൊരിടത്തും യാത്ര ചെയ്തിട്ടില്ലാത്ത ഈ പ്രവാചകൻ, മറജൽ ബഹ്റൈൻ, 2 സമുദ്രങ്ങളെ അല്ലാഹു തആല ഇടകലർത്തി കൂട്ടിച്ചേർത്തു. അതിലംഘിക്കാത്ത മറയുണ്ട് രണ്ടിന്റെയും ഇടയിൽ. ഒന്ന് ഉപ്പുരസമുള്ളത്, മറ്റൊരു ശുദ്ധവെള്ളം. രണ്ടും നമ്മൾ വടംവലിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. 2 സമുദ്രങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓളം തള്ളി ഇങ്ങനെ വടം വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ രണ്ടിന്റെയും സ്വഭാവങ്ങള് ചുമന്നതാണെങ്കിൽ നീലയും പരസ്പരം കൂടിക്കലരാത്ത കളറോ രുചിയോ മിശ്രമാകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥ.
പടച്ച തമ്പുരാൻ വഹുവല്ലദീ യസ്ജിൽ ബഹറ ഹാദാ അദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. ഇത്ര സ്ഥലങ്ങളിൽ അല്ലാഹു തആല അത് പറഞ്ഞു. പടച്ച തമ്പുരാൻ സമുദ്രത്തെ അങ്ങനെ കൂട്ടിക്കലർത്തിക്കൊണ്ടിരിക്കുന്നു. വഹാദാ മിൽഹുൻ ഉജാജ്, ഇത് ശക്തമായ ഉപ്പുരസമുള്ളത്. വഹാദാ അദ്ബുൻ ഫുറാത്ത്, വളരെ തൊണ്ടയിൽ കിട്ടാതെ ശുദ്ധമായി ഇറങ്ങിപ്പോകുന്ന ശുദ്ധമായ വെള്ളം. ഇത് രണ്ടും കൂടെ അല്ലാഹു തആല ഒരുമിച്ച് ചേർക്കുമ്പോൾ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാൻ സാധ്യമല്ലാത്ത ഒരു മറ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അത്തരം ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? എന്നാലോചിച്ച് നോക്കി. അടുത്ത കാലങ്ങളിൽ പഠനം നടത്തിയപ്പോൾ എല്ലാം കണ്ടെത്താൻ സാധിച്ചു. ജബലു താരിഖ് എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ സ്പെയിനിന്റെ പരിസരത്ത് രണ്ട് നദികൾ ഇതേ രീതിയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. മധ്യ ധരന്മാരെയും അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രവും ഒരുമിച്ച് കൂടുന്നു. രണ്ട് ഉപ്പുരസവും ശുദ്ധജലവും തമ്മിൽ ഒരു കൂടിക്കലരമില്ലാത്ത രീതിയിൽ രണ്ടറ്റത്ത്. സുഡാന്റെ തലസ്ഥാനമാകുന്ന ഖുർത്തൂമിൽ രണ്ട് തടാകങ്ങൾ തമ്മിൽ ഇതേ രീതിയിൽ സന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ട് കൃത്യമായി രണ്ട് കളറിലുള്ള രണ്ട് തടാകങ്ങൾ, നേരെ വേർതിരിച്ചറിയാവുന്ന തടാകങ്ങൾ. ഇങ്ങനെ പടച്ചു തമ്പുരാൻ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിളിച്ചൊതുക്കുക. ഖുർആൻ ശരീഫിന്റെ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിട്ട് അല്ലാഹു തആല പറയുന്നത് വേറെ വിഷയമായിരിക്കും. ഔ കദുലമാത്തിൻ ഫീ ബഹരിൽ ലജ്ജിൻ യഖ്ശാഉ മൗദൻ മിൻ ഫൗഖിഹി മൗദൻ മിൻ ഫൗഖിഹി സഹാബ് ളുലുമാത്തുൻ ബഅദുഹാ ഫൗഖ ബഅദ് ളുലുമാത്തുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖറജ യദഹു ലം യകദ് യറാഹാ. ഇത്ര അത്ഭുതങ്ങളാണ് ഓരോന്നും ഇങ്ങനെ അതിനെടുത്ത് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ. ഔക ളുലുമാത്തിൻ, ഇരുളുകളെ പോലെയാണ് സത്യനിഷേധികളുടെ അവസ്ഥ. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സ്വഭാവം, എന്ത് കണ്ടാലും വിശ്വസിക്കാത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഈ സത്യനിഷേധികളുടെ അവസ്ഥകൾ ഇങ്ങനത്തെ ഇരുളുകളെ പോലെയാണ്. യഖ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബുൻ. സമുദ്രത്തിലുള്ള ഫീ ബഹരിൽ ലുജ്ജിൻ, ആഴക്കടലിലുള്ള ഇരുട്ട് പോലെ. ഔ കദുലുമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജിൻ, അതിശക്തമായ ആഴക്കടലിന്റെ അകത്തളത്തിലുള്ള ഇരുട്ട് പോലെ. നമ്മൾ ആ ഇരുട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മൾ എത്ര മുങ്ങിക്കുടിച്ചാലും ശരി, നമുക്ക് കുറച്ചൊരു വെളിച്ചം നമുക്ക് ഏതെങ്കിലും കൈ കാണും, നമ്മൾ കയ്യെന്നെങ്കിൽ നമ്മൾ കാണും അല്ലേ? നിറം പോലും അപ്രത്യക്ഷമാകുന്ന, സിഗ്നൽ പോലും അപ്രത്യക്ഷമാകുന്ന, എല്ലാ നിറവും അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥ വരുന്ന പറയുന്നത് ആഴങ്ങളിലേക്ക് ഊളിട്ടി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്രത്യക്ഷമായി പോകും. അവസാനമായിട്ട് ഒന്നും കാണാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. സ്വന്തം കൈ പോലും കാണൂല, അങ്ങനത്തെ അവസ്ഥയിലേക്ക്. ഇങ്ങനത്തെ സമുദ്രാന്തരങ്ങളുടെ അവസ്ഥയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇന്നത്തെ മുങ്ങൽ വിദഗ്ധന്മാർ കണ്ടെത്തിയിരിക്കുന്ന അവർക്ക് ഓക്സിജനൊക്കെ നൽകുന്ന സംവിധാനമുള്ള ഉപകരണങ്ങളോടുകൂടി അല്ലാതെ നേരെ പച്ചയായ ഒരു മനുഷ്യന് മുങ്ങാൻ പറ്റുന്നത് കൂടിപ്പോയാൽ 200 മീറ്റർ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. 200 പോയിട്ട് 400 മണ്ണൂറും ആഴങ്ങളിലേക്ക് പോകുമ്പോഴേ ഈ അവസ്ഥ സംജാതമാകുന്നുള്ളൂ. അവിടെയുമൊക്കെ ഒരു ചെറിയൊരു വെളിച്ചമെങ്കിലുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു തആല ഖുർആനിലൂടെ പലതും പറഞ്ഞു. തിരമാല മുകളിൽ, ഏറ്റവും അടിയിൽ ഒരു തിരമാല, ഉപരിതലത്തിൽ മറ്റൊരു തിരമാലകൾ. ഈ ഒരു തിരമാലയെ പറ്റി നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സമുദ്രത്തിന്റെ കടലിന്റെ മുകളിൽ ഇങ്ങനെ ഓളം തള്ളുന്ന തിരമാല അല്ലാതെ മറ്റേതെങ്കിലും അടിത്തട്ടിൽ പോയാൽ ശാന്തമാണെന്ന് നമ്മളൊക്കെ കേൾക്കാറുള്ളത് സാധാരണ. പക്ഷേ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അതിശക്തമായ ഉപരിതലത്തിലുള്ളതിനേക്കാളും വീതിയും നീളവുമുള്ള ശക്തമായ ഓളമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയുണ്ടായി അടുത്ത കാലത്ത്. അങ്ങനത്തെ ഒരു ഓളവുമുണ്ട്. മൗജുൻ, ഇരട്ട ഓളങ്ങൾ, അടിയോളം അടിയിൽ തിരമാലകൾ, അതിന്റെ മുകളിൽ വീണ്ടും തിരമാല. മിൻ ഫൗഖിഹി സഹാബുൻ, അതിന്റെ മുകളിൽ മേഘത്തിന്റെ ഇരുള്. ഇതെല്ലാം കൂടി അടങ്ങി 3 വരുന്ന ഇരുട്ടറകളുടെ അങ്ങേയറ്റത്ത് അടിയിൽ കഴിയുന്ന അള്ളാഹുവിന്റെ ഈ സമുദ്രത്തിന്റെ ഉള്ളിലുള്ള ഇരുട്ടുകളെ പോലെയാണ് സത്യനിഷേധികളുടെ പുറന്നിരിഞ്ഞിരിക്കുന്ന അവസ്ഥ, അവർ അകപ്പെട്ടിരിക്കുന്ന ഇരുട്ടിന്റെ അവസ്ഥ എന്ന്. സ്വന്തം കൈ പോലും പുറത്തേക്കിട്ടാൽ കാണാൻ പോലും
മാനങ്ങളിലുള്ള ഓരോ മത്സ്യങ്ങളെന്നുള്ള ഓരോ ജീവികളും ഇന്നത്തെ നമ്മുടെ LED ലൈറ്റ് കൊണ്ട് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റൊക്കെ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരക്കാരക്കാൾ വളരെ സുന്ദരമായ ലൈറ്റുമായിട്ട് ഇങ്ങനെ ജീവിക്കുക അല്ലാഹുവിന്റെ ജീവിതാരങ്ങൾ എടുത്തു നോക്കിയുണ്ട്. എന്താണ് രസം എന്നറിയോ? നമ്മുടെ അതിനൂതനമായ ലൈറ്റിംഗ് സംവിധാനമൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു LED ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് പോലെ അതിനേക്കാളും രസകരമായ രീതിയിൽ ആ അടുത്തിട്ട് ജീവിക്കുന്ന പല ജീവികൾക്കും അല്ലാഹു തആല മത്സ്യത്തിന് പോലും നല്ല ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ ലൈറ്റ് കൊണ്ട് അങ്ങ് ജീവിക്കണം. സ്വന്തം ടോർച്ചുമായിട്ടാണ് ഓരോന്നും ജീവിക്കുന്നത്. അവിടെ മഹാത്ഭുതങ്ങൾ. സ്വന്തം കൈ പുറത്തിട്ടാൽ പോലും അതുപോലും കാണാത്ത ഇരുളുകൾ. പ്രകാശം നൽകിയിട്ടില്ലാത്തവൻ എന്ത് പ്രകാശമാണ്? അവനൊരു യാതൊരു പ്രകാശവുമില്ല. സത്യനിഷേധികളുടെ പുറംതിരിഞ്ഞിരിക്കുന്ന അവസ്ഥയെ പറ്റി വർണ്ണിച്ചതാ പടച്ച തമ്പുരാൻ. സമുദ്രാന്തരങ്ങളിലേക്ക് എവിടെ എത്തിപ്പെടാൻ? ജസീറത്തുൽ അറബിലൊന്നും ഇത്ര ആഴമുള്ള ഒരു കടലും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമുദ്രവുമില്ല അറേബ്യൻ സമുദ്രങ്ങളിലൊന്നും. എവിടെയോ പോണത് കണ്ടെത്തണമെങ്കിൽ പ്രവാചകൻ എവിടുന്ന് കിട്ടി? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കന്നുകാലികളെ നോക്കിയാൽ പോലും അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഗുണപാഠങ്ങളുണ്ട് നിങ്ങളുടെ നാക്കാലികൾ മൃഗങ്ങളിൽ. ലക്കും ഫിൽ അൻആമി ലൈബ്റതൻ നുസ്ഖീതു മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർദിൻ വദനിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. ഇന്ന ലക്കും ഫിൽ അൻആമി, കന്നുകാലികളെ, ഈ നാക്കാലി മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠമില്ലേ എന്ന്. എന്ത് ഗുണപാഠ? നമ്മളിങ്ങനെ അതിന് തീറ്റും പോറ്റും കുറച്ച് പാലും കുടിച്ച് ഇങ്ങടക്കുന്ന നമുക്കെന്ന് കാണാറുണ്ടോ? പഠിച്ചത് പറയാൻ ചിന്തിക്കാൻ നമ്മളോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? അതിന്റെ വയറ്റിലുള്ള പാനീയമാകുന്ന ശുദ്ധമായ വെള്ളം, പാല് നിങ്ങളെ ഞാൻ കുടിപ്പിക്കുന്നില്ലേ? പാല് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല എന്താ പറഞ്ഞറിയോ? എവിടുന്നാണ് ഈ പാലിന്റെ ഉൽപാദന രീതിയാ, അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചു വരുന്നത്? അതിന്റെ ശാസ്ത്രവശം ഇന്ന് ആധുനിക ശാസ്ത്രം മാത്രം കണ്ടെത്തിയിരിക്കുന്ന വശമാണ് അല്ലാഹു തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ട് വസ്തുക്കളുടെ ഘട്ടങ്ങളിലൂടെയാണ് പാലിന്റെ ഉൽപാദനം. ഒന്ന് ഫർസ്, മറ്റൊന്ന് ദമ്. ദമുങ്ങൾക്കൊക്കെ അറിയാം, രക്തം എന്നാണ് അതിന്റെ പേര്. ദമ എന്ന് പറഞ്ഞാൽ ചോര. ചോരയുടെയും ഫർസിന്റെയും ഇടയിലൂടെ അല്ലാഹു തആല പാൽ ഉൽപ്പാദിപ്പിച്ചു എന്ന്. എവിടുന്നാ പ്രവാചകനാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്? നമുക്ക് പഴയകാല തഫ്സീറൊക്കെ എടുത്ത് നോക്കിയാൽ മുഫസ്സിരീങ്ങൾ ചിലപ്പോൾ അതിനെ പറ്റി പറയും കാഷ്ടത്തിന്റെയും അതേപോലെ തന്നെ ചോരയുടെയും ഒക്കെ ഇടയിൽ നിന്നൂടെ പാല് എന്ന്. എന്നാൽ കാഷ്ടം കിടക്കുന്ന കുടലിന്റെ ഇടയിലും അതേപോലെ തന്നെ മറ്റേ ചോര കിടക്കുന്ന സ്ഥലത്തിന്റെയും ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാന്ന് പറയും. കാലത്ത് അവർക്ക് അതങ്ങനെ വില കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. ഇരങ്കുടലുകളിലൂടെ ഒഴുകുന്ന മട്ടിൽ ഇങ്ങനെ വരും ആ സാധനം. ഭക്ഷണം, അത് കഴിച്ച ഭക്ഷണവും പുല്ലും ഒക്കെ ആ ഇരങ്കുടലിൽ നിന്നും അതിനെ സ്വീകരിക്കുന്നത് രക്തക്കുഴലുകളാണ്. ഇരങ്കുടലുകളിൽ നിന്നും പാല് രൂപപ്പെടുത്താൻ ആവശ്യമായ പോഷകങ്ങളെ സ്വീകരിച്ചെടുക്കുന്നത് രക്തക്കുഴലാണ്. പിന്നെ അതിന്റെ വർണ്ണം ശരിക്കും രക്തമായിട്ടാണ് വരുന്നത്. അവിടെ ഈ രക്തത്തിൽ നിന്നാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറകളിലേക്ക് പാലായിട്ട് അതിനെ കളർ കൊടുത്ത് മാറ്റിയെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് മിൻബൈനി ഫർസിൻ, അതിന്റെ ആദ്യത്തെ ഘട്ടം ഫർസാണ്, രണ്ടാമത്തെ ഘട്ടം രക്തമാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ മഹാത്ഭുതമായി പടച്ചതമ്പുരാൻ നിങ്ങളെ കുടിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠം ഈ കന്നുകാലികളിൽ പോലുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ അത്ഭുതങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് സഹോദരന്മാരെ. മഹാത്ഭുതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ വിഡ്ഢികളായി ഒരുപാട് കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി കൈ അറപ്പോടുകൂടി എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? സൂര്യൻ നിൽക്കുന്ന നിപ്പിൽ നിൽക്കുകയാണ്, അതിനെ പ്രദക്ഷിണം വെക്കുകയാണ് നമ്മുടെ ഭൂമി എന്ന്, അല്ലേ? നമ്മുടെ ഓലിയാക്കന്മാരൊക്കെ ഉസ്താദുമാരൊക്കെ പേടിച്ചിട്ട് പറയാറുണ്ട്, അങ്ങനത്തെ സ്കൂളിൽ പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാറുണ്ടായിരുന്ന കാലം എന്റെയും നിങ്ങളുടെയും ഒരു 10-30-40 വയസ്സ് മുമ്പുള്ള കുട്ടികൾക്കൊക്കെ അറിയാം സംഭവം. കാരണം സ്കൂളിൽ ചോദ്യപേപ്പറിൽ അത് എന്തായാലും വരും. അപ്പൊ ചോദ്യപേപ്പറിൽ നമ്മൾ എന്ത് എഴുതും? സൂര്യൻ നിൽക്കുന്നു, ഭൂമി സഞ്ചരിക്കുന്നു.
പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഗണ്യതമായ സൂറത്ത് യാസീനിലൂടെ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ എന്ന് പറഞ്ഞ ഖുർആൻ ഷരീഫിന്റെ ആയത്തിന് ഘടകവിരുദ്ധമായിട്ട് നമ്മളെ ശാസ്ത്രം നമ്മളെ കുറെ പഠിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ? തിരുത്തിയില്ലേ അവര്? ഒരുപാട് സിദ്ധാന്തങ്ങൾ, ഡാർവിൻ അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ പരിണാമ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടക്കള്ളമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു. ഖുർആന്റെ സത്യം ഇവിടെ കിടക്കുമ്പോൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ദൈവികമായ ഗ്രന്ഥമാണ് എന്നതിന് ഇതിനപ്പുറം വല്ലതും പറയേണ്ടതുണ്ടോ? അള്ളാഹു ഒരുപാട് നമ്മുടെ മുമ്പിൽ കരയാനും കരയിപ്പിക്കാനും കണ്ണുനീരൊലിപ്പിക്കാനും പരിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു തന്നിട്ടുണ്ട്. ഡസൻ കണക്കിന് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ മറ്റൊരു അവസരം കിട്ടും. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഈ മഹാത്ഭുതങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ച, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം തന്നെ, ഖുർആൻ ഷരീഫ് അതിങ്ങനെ ഓതി അതിൻ്റെ കാര്യങ്ങളെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് എപ്പോഴും അതിൻ്റെ പേരിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുക, കരയുക, കണ്ണുനീരൊലിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ റമദാനിനെ ഒന്ന് ഖുർആൻ കൊണ്ടൊരു ആഘോഷമാക്കി ആ ഒരു ഭക്തിയോടുകൂടി നമ്മൾ ഈ സമയം കണ്ടെത്തിക്കൊണ്ട് കൊണ്ടുവന്നാൽ നമ്മൾ ഈ റമദാനിനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവരായി മാറും. കാരണം അതായിരിക്കണം ഖുർആൻ ശരീഫ് ഓതുമ്പോൾ നമ്മുടെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ അതായിരുന്നു, സഹാബത്തിന്റെ അവസ്ഥ അതായിരുന്നു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് സ്വന്തം മകള് ആയിഷ ബീബിയോട് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആയിഷ ബീബിയെ തടസ്സം സൃഷ്ടിച്ച് പറഞ്ഞ അവസാനം എന്താ? എന്റെ പിതാവല്ലാത്ത മറ്റാരെങ്കിലും നോക്കിക്കൂടെ നബിയെ, എന്റെ പിതാവ് ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ പിന്നെ കരയും, അതേ ഇമാമ നിന്നാ ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കരയും, ഭയപ്പെട്ടുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവസ്ഥ അതായിരുന്നു. ഖിയാമത്തിന്റെ ആയത്തുകള്, മഹ്ശറയുടെ ഭയാനകരമായ അവസ്ഥകള്, വിചാരണ, സിറാത്ത്, നരകം, ഇതുപോലുള്ള വിഷയങ്ങൾ എത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരയാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു ഖുർആൻ ശരീഫ് ഓതി എന്നെ കേൾപ്പിക്കണമെന്ന്. ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളുടെ മേലല്ലേ നബിയെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, ഞങ്ങളല്ലേ അത് കേൾക്കുന്നത്, തങ്ങളല്ലേ ഓതുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ ഞാൻ ഓതാൻ തുടങ്ങി, സൂറത്തുൻ നിസാ തുടങ്ങി വെച്ചു. കുറെ നേരം ഞാൻ ഓതിക്കൊണ്ടേയിരുന്നു. ഒരായത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ നിർത്തൂ എന്ന് പറഞ്ഞു. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബിയെ, എന്തായിരിക്കും ആ അവസ്ഥ? ഓരോ സമൂഹത്തെയും അവരവരുടെ പ്രവാചകന്മാരോടൊപ്പം ഹാജരാക്കപ്പെടും. പ്രവാചകന്മാർ ഈ ദൗത്യം അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നതിനെ കുറിച്ച് നിഷേധിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് പ്രതികൂലമായും പ്രവാചകന്മാർക്ക് അനുകൂലമായും ഉമ്മത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹാജരാക്കി സാക്ഷി പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്തായിരിക്കും ആ ഭയാനകരമായ അവസ്ഥ എന്ന് വർണ്ണിക്കുന്ന ഫകൈഫ് എന്നിങ്ങനെ ഈ വാക്കുകൾ ആവർത്തിപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, നിർത്തൂ എന്ന് പറഞ്ഞു, ഓതൽ നിർത്തൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് നബി തങ്ങളുടെ തിരുമുഖത്തേക്ക് ദർശിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങളുടെ ഇരു കണ്ണുകളും ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായി. ഇതായിരുന്നു ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. ആയിഷ ബിബിയോട് ചോദിച്ച ഒരു സഹാബി വന്നുകൊണ്ട് പിൽക്കാലത്ത് ഒരു താബി വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല, ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഖുർആൻ ശരീഫ് ഓതുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമ്മളുടെ ദിക്റക്കച്ചിൽ ആഹു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടല്, ഒരു തരം അഭിനയം, കണ്ടാൽ തന്നെ തോന്നുന്ന ഒരു അഭിനയമാണെന്ന്. അപ്പൊ അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ആയിഷ ബീബിയുടെ അടുക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ ശരീഫ് ഓതുന്ന സമയത്ത് സഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ചോദിച്ചപ്പോൾ ആയിഷ ബീബി എന്താ പറഞ്ഞത്? അവരുടെ അവസ്ഥ എന്താണെന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നില്ലേ, തദ്മഉ അയ്യുനുഹും വതഖ്ശയിറു ജുലൂദുഹും, അവരുടെ കണ്ണുകൾക്ക് കണ്ണുനീരൊഴുകുമായിരുന്നു, ശരീരത്തിന് രോമാഞ്ചം അനുഭവപ്പെടുമായിരുന്നു. ഇതിനപ്പുറം അവർ കാട്ടിക്കൂട്ടാറുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവരുടെ അവസ്ഥ. തങ്ങളുടെ മേൽ അവതരിച്ച ഖുർആൻ ശരീഫ് എങ്ങാനും ഓതിക്കെട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ ഒഴുകുന്നത് കാണാമായിരുന്നു എന്നാണ്. തഫീദ് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയൊന്നും ചുറ്റിയാടെയല്ല, കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ ഒഴുകുമായിരുന്നു എന്ന്.
ഇതായിരിക്കും നമുക്ക് ഉണ്ടാകേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിനോടുള്ള കടമയാണത്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കൊരു പക്ഷേ ഹാഫിളായിട്ട് ഖുർആൻ ഷരീഫിനെ ഒന്ന് ഹിഫ്ള് ചെയ്തൊരു അവസ്ഥയിലേക്ക് എത്താൻ പോലും നമുക്ക് സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ മക്കളില്ലെങ്കിൽ മകളുടെ കുട്ടി, മകന്റെ മകൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഹാഫിളാക്കിയിട്ട് നമ്മളൊന്ന് കരകയറാൻ നോക്കണം അല്ലാഹുവിന്റെ മുമ്പില്. അത്ര ഉത്കൃഷ്ടമായ, അത്ര ഉന്നതമായ സ്ഥാനമാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഹാഫിളീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. നാളെ മഹ്ശറയിൽ അവർക്ക് വേണ്ടി അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഒരു ഖുർആൻ ഷരീഫ് ഓതി അതിന്റെ ഹറാമും ഹലാലും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ കൊണ്ടു നടന്നിട്ടുള്ള കുട്ടികൾക്ക്, അവർക്ക് 10ഓളം വരുന്ന കുടുംബത്തിലെ അവൻ ഇഷ്ടപ്പെട്ട 10 ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു അവന്റെ കയ്യിൽ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അവനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയാണ്. അവന്റെ മാതാപിതാക്കന്മാർക്ക് കിരീടമണിയിപ്പിക്കപ്പെടും. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കിരീടം. അവർക്ക് 2 ജോഡി വസ്ത്രങ്ങൾ അണിയിപ്പിക്കപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ആദരവുകള് സ്വന്തം മക്കൾ ഖുർആൻ ഷരീഫ് ഓതി പഠിച്ചാൽ മാതാവിന് കിട്ടുന്നുണ്ടെങ്കിൽ, പിതാവിന് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മളൊരു നിയ്യത്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു മകനുണ്ടായിരിക്കട്ടെ, അങ്ങനെ ഒരു മകന്റെ മകനുണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹോദരിയുടെ മുത്ര ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഓരോ റമദാനിലും അതിനു വേണ്ടിയും കൂടെ നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. അപ്പോഴേ ഖുർആൻ ഷരീഫിനോടുള്ള ശരിയായ കടമ നമ്മൾ നിർവഹിച്ചവരായി തീരുന്നുള്ളൂ. റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് കൈവരിക്കാൻ, അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ആ രീതിയിലാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ളത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗം. മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴികെ. നോമ്പ് എനിക്കുള്ളതാണ്. ഫഇന്നഹു ലി വ അന അജ്സി ബി. വസിയാമു ജന്നത്തുൻ. നോമ്പ് ഒരു പരിചയാണ്, നരകത്തിൽ നിന്ന് പരിചയാണ്. എല്ലാ മോശമായ അവസ്ഥകളും നമ്മളെ ദുന്യാവിൽ തന്നെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ കവചമാണ് നോമ്പ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള നോമ്പിനെ കുറിച്ച് ഇത്ര അല്ലാഹു തആല ഖുദ്സി ഹദീസിലൂടെ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞതിലൂടെ ഒരു പാഠം നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്നുണ്ട്. എന്താണ്? ഉദ്ദേശശുദ്ധി എന്നുള്ളത്. കളങ്കരഹിതമായ, കളങ്കമില്ലാത്ത അള്ളാഹുവിന്റെ തൃപ്തി, ഇലാഹി തൃപ്തി മാത്രം, പടച്ചവന്റെ പൊരുത്തം മാത്രം എല്ലാ അമലുകളിലും നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത്, അത് ഓരോ കർമ്മത്തിന്റെയും ഉയർച്ചക്ക് നമുക്ക് അല്ലാഹു സഹായം ചെയ്യും. നിയ്യത്ത് ശുദ്ധീകരിക്കുക നോമ്പിന്റെ സവിശേഷത അതാണ്. ഒന്നുകൊണ്ടും ഒരു നിലക്കും അവൻ നോമ്പുകാരനാണ് എന്ന വിഷയം മറ്റൊരു സൃഷ്ടിയെയും അറിയിക്കാൻ പറ്റാത്ത ഒരു അമലായതുകൊണ്ട് പടച്ച തമ്പുരാൻ നോമ്പിന്റെ ഒരു സവിശേഷതയായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അതിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പ്രതിഫലം എത്രയെന്ന് രേഖപ്പെടുത്താൻ അതിന് നിശ്ചയിക്കപ്പെട്ട മലായിക്കത്തുകൾക്ക് പോലും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അല്ലാമാലു ഇൻദല്ലാഹി സബ്ഉൻ. 7 തരം കർമ്മങ്ങളുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ. 2 കർമ്മങ്ങൾ മൂജിബാൻ, സ്വർഗവും നരകവും നിർബന്ധമാക്കുന്നത്. 2 എണ്ണം തുല്യമായ പ്രതിഫലമുള്ളത്. 1 എണ്ണം 10 ഇരട്ടി പ്രതിഫലമുള്ളത്. മറ്റൊന്ന് 700 ഇരട്ടി പ്രതിഫലമുള്ളത്. വഅമലുൻ ലാ യദ്രി സവാബ അമിലിഹി ഇല്ലല്ലാഹ്. അതിന്റെ കർമ്മത്തിന്റെ പ്രതിഫലം എന്ത് എന്ന് അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും, ഒരു സൃഷ്ടിക്കും, മലക്കുകൾക്ക് പോലും രേഖപ്പെടുത്താൻ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാത്തത്. ഇങ്ങനെ 7 കർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നിർബന്ധമാക്കുന്നത് ഒന്ന് തൗഹീദും മറ്റൊന്ന് ശിർക്കുമാണ്. ഈമാൻ സ്വർഗത്തെ നിർബന്ധമാക്കും, ശിർക്ക് നരകത്തെ നിർബന്ധമാക്കും. തത്തുല്യമായ പ്രതിഫലം എന്നുള്ളത് കുറ്റകൃത്യങ്ങൾ ഒന്ന് ചെയ്താൽ ഒരു ശിക്ഷ, ഒരു കർമ്മം ചെയ്യാൻ നിയ്യത്ത് ചെയ്താൽ അതിന് ഒരു നന്മ, അത് ചെയ്യുകൂടെ ചെയ്താൽ 1-ന് 10. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു ധർമ്മം അള്ളാഹുവിന്റെ ജിഹാദിന്റെ മാർഗത്തിൽ ആരെങ്കിലും കൊടുത്തയച്ചാൽ അവൻ 1-ന് 700 ഇരട്ടി പ്രതിഫലം. ഒരു കർമ്മമുണ്ട്, ഒരു ഹദീസ് എല്ലാം കൂടെ ആദ്യം മുതൽ അവസാനം വരെ പറയുമ്പോഴത്തേക്കും സമയം തീരും. വളരെ വിശാലമായ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിന് വേണ്ടി അല്ലാഹു തആല സ്വർഗത്തെ അലങ്കരിപ്പിച്ച് ഒരുക്കി വെച്ച് ഇങ്ങനെ കാത്തിരുന്ന് ആദ്യത്തെ രാവ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിശക്തമായ ഒരു കാറ്റടിച്ച് വീശി അവിടുത്തെ ഇലകളും അവിടുത്തെ ഈ സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം ആഞ്ഞടിച്ചൊരു കർണാനന്ദകരമായ ശബ്ദം പുറപ്പെടുകയും ആ ശബ്ദം കേട്ടുകൊണ്ട് അടുത്ത ഹൂറുകളായ സ്ത്രീകൾ പുറത്തേക്ക് വന്നുകൊണ്ട് ഇതെന്ത് രാവാണെന്ന് അന്വേഷിക്കുന്ന വിവരണം ചോദിക്കുകയും അവിടുത്തെ മലായിക്കത്തുകൾ അതിന്റെ വിവരണം പറഞ്ഞു കൊടുക്കും. ഇത് ഉമ്മത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ റമദാനിന്റെ ആദ്യത്തെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഈ സ്ത്രീകൾ, ഈ ഹൂറുകളായ ആളുകൾ പറയും, ഹൽ മിൻ ഖാതിബിൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക്
വിവാഹാന്വേഷണം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചു കൊള്ളട്ടെ, അവർക്ക് അല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് വിളംബരം ചെയ്യും. അല്ലാഹു തആല സ്വർഗത്തിന്റെ മലക്കിനോട് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടാൻ വേണ്ടി കൽപ്പിക്കുന്നു, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കാൻ കൽപ്പിക്കുന്നു. ജിബ്രീലിനോട് അതേപോലെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പിശാചുകളെ ബന്ധനസ്ഥരാക്കി ദ്വീപുകളിലേക്ക് നാടുകടത്താൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇതെല്ലാം കൽപ്പിച്ച് അല്ലാഹു തആല ഓരോ രാത്രിയും വന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നിറങ്ങും. അല്ലാഹു ഒന്നാം ആകാശത്ത് വന്നിറങ്ങിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയും 3 കാര്യങ്ങൾ. ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുന്നവരെ ചോദിക്കട്ടെ, ഞാൻ അല്ലാഹു അത് കൊടുക്കാൻ തയ്യാറാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു വഹൽ മിൻ തായിബിൻ ഫഅതൂബ അലൈഹി. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവൻ, തൗബ ചെയ്യുന്നവൻ തൗബ ചെയ്തുകൊള്ളട്ടെ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിലേക്ക് കടം കൊടുക്കുന്നവനെങ്കിൽ കടം കൊടുത്തു കൊള്ളട്ടെ, പടച്ചവൻ അവരുടെ കടം സ്വീകരിക്കുന്നതാണ്, അഥവാ ധർമ്മം ചെയ്തു കൊള്ളട്ടെ എന്നിങ്ങനെ വിളിച്ചു പറയും. ലൈലത്തുൽ ഖദർ ആയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മലായികത്തുകളെയും ജിബ്രീലിന്റെ സാന്നിധ്യത്തോടു കൂടി പറഞ്ഞയക്കും. എന്നിട്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് നിന്നോ ഇരുന്നോ തിലാവത്തിലോ ദിക്റിലോ നമസ്കാരത്തിലോ ഇരിക്കുന്ന മുഅ്മിനീങ്ങളുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞ് മുസാഫഹ ചെയ്ത് അവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടും. സുബഹിയാകുന്ന സമയത്ത് തിരിച്ചു പോകാൻ കൽപ്പിക്കുകയും ചെയ്യും. തിരിച്ചു പോകുന്ന സമയത്ത് ജിബ്രീലിനോട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ വന്നിരിക്കുന്ന വിഷയത്തിൽ, മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം എന്തെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കാരുണ്യത്തിന്റെ നോട്ടം, അവരുടെ മഗ്ഫിറത്ത്, അവരുടെ ജന്നത്ത്, നരകത്തിൽ നിന്നുള്ള മോചനം, ഇതൊക്കെ അല്ലാഹു അവർക്ക് നൽകിയിരിക്കുന്നു. 4 വിഭാഗം ആളുകൾക്ക് ഒഴിച്ച് എന്ന് പറയും. ആ 4 വിഭാഗം ആളുകൾ ആരൊക്കെയാണ്? ഒന്ന്, നിത്യമായി കള്ളു കുടിക്കുന്നവൻ, മാതാപിതാക്കന്മാരെ ഉപദ്രവിച്ച് നടക്കുന്നവൻ, കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ആളുകള്, അതേപോലെ തന്നെ നിത്യമായി എവിടെയും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഫിത്നയുമായിട്ട് വഴക്ക് കൂടി നടക്കുന്ന ആളുകള്. ഇങ്ങനത്തെ 4 വിഭാഗം ആളുകൾ ഒഴിച്ച് എന്ന് പറഞ്ഞു. റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ അൽഫ അൽഫിയതീഖ് മിൻ നാർ, 10 ലക്ഷം ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന ആ കൃത്യമായ സമയത്ത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. 10 ലക്ഷം വീതം ആളുകൾ ഓരോ ദിവസവും. ഇത് റമദാനിന്റെ അവസാനത്തെ ദിവസമാകുമ്പോൾ 1 മുതൽ 30 വരെ അല്ലാഹു തആല എത്ര ആളുകളെയാണ് മോചിപ്പിച്ചത് അത്രയും ആളുകളെ ഒരാവർത്തി കൂടി, അഥവാ 3 കോടി ആളുകളെ, നരകത്തിന് ബന്ധപ്പെട്ട ഇത്രയും ആളുകളെ. ഓരോ മുഅ്മിനും ഓരോ റമദാനിന്റെ ദിവസങ്ങളിലും ഒരു ഇജാബത്തുള്ള പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞു. അതും വളരെ കൃത്യമായി പറഞ്ഞ ഏതാ അറിയോ? ഇന്ദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന ആ സമയത്ത് നമ്മള് എല്ലാവരും, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ സമയം ഓടിപ്പാച്ചിൽ നിർത്താൻ വേണ്ടി അതിന് മുന്നേ ഒരുങ്ങുക എന്നുള്ളത്. അത് ഇപ്പോഴേ നമ്മൾ ഒരുങ്ങുക. നമ്മുടെ റമദാനിന് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി നമ്മുടെ തീറ്റ വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടെ മറ്റു മാസങ്ങളെക്കാൾ മികവ് കാണിക്കുന്നതിൽ നിന്നുമൊക്കെ ഒന്ന് ചുരുക്കി ഒരു സാധാ ഭക്ഷണത്തോടു കൂടി, വല്ലപ്പോഴും ഒരു സൽക്കാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ എപ്പോഴും വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച് ഈ പുണ്യ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മുടെ റമദാനിന്റെ നമ്മൾ ഉദ്ദേശിച്ച ഫലം കണ്ടെത്താൻ പ്രയാസമാണ്. ഒരുങ്ങുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. അവസാനത്തെ ദിവസം പെരുന്നാളായി കഴിഞ്ഞാൽ പടച്ചവൻ ആ രാത്രിക്ക് ഒരു പേര് ലൈലത്തുൽ ജായിസ, സമ്മാനത്തിന്റെ രാവ് എന്ന്. ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ് പെരുന്നാളിന്റെ രാവ്. എല്ലാ പെരുന്നാളും, ചെറുപെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ തന്നെ ലൈലത്തുൽ ഖദ്ർ പോലെ പ്രധാനപ്പെട്ട രാവുകളിൽപ്പെട്ട ഒരു രാവാണ് പെരുന്നാളിന്റെ രാവ്. അതിന്റെ പ്രഭാത സമയത്ത് അല്ലാഹു തആല മലായികത്തുകളെ പറഞ്ഞയക്കും. ഓരോ കവലകളിൽ നിന്നുകൊണ്ട് അവർ ഇപ്രകാരം പറയും: ഉഖ്റുജു ഇലാ റബ്ബിൻ കരീം യുഅ്തിൽ ജസീൽ വയാഫു അനിൽ അദീം. ഉന്നതമായ പാവങ്ങൾ മാപ്പ് നൽകുന്ന, അത്യുന്നതമായ പ്രതിഫലങ്ങൾ നൽകുന്ന മാന്യനായ റബ്ബിലേക്ക് നിങ്ങൾ പുറപ്പെടുവീനെന്ന് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്ന ആളുകളെ കൈപിടിച്ച് സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്തുകൊണ്ട് മലായികത്തുകൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് പടച്ചതമ്പുരാൻ ആ മലായികത്തുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഈദ്ഗാഹിൽ വെച്ച് നമ്മളുടെ വിഷയത്തിൽ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, ഒരു അമല് ചെയ്ത് പൂർത്തീകരിച്ചവൻക്ക് നൽകേണ്ട പ്രതിഫലം എന്താണ്? പൂർണ്ണമായി നൽകലാണെന്ന് മലായികത്തുകളുടെ മറുപടി. പടച്ചവൻ പറയും, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തിയിരിക്കുകയാണ്. ഞാൻ അവരുടെ പാവങ്ങൾ ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു. നോമ്പും അവരുടെ ഖിയാമുൽ ലൈലും ഉറക്കമഴിച്ചലും കാരണമായിട്ട് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലം റിളായ വ മഗ്ഫിറതി, എന്റെ പൊരുത്തവും എന്റെ മഗ്ഫിറത്തുമാണ്, പാപമോചനവുമാണ് എന്ന്. വേറൊന്നുമല്ല, അള്ളാഹുവിന്റെ തൃപ്തിയാണ്.
പടച്ചവൻ സഹാബത്തിന് വർണ്ണിച്ചതുപോലെ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഇതാണ് അവിടെ കിട്ടുന്നത്. എന്നിട്ട് അല്ലാഹു തആല അവിടുന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ദുന്യാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഞാനത് പരിഗണിക്കും. നിങ്ങൾ ആഖിറത്തിന് വേണ്ടി ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം നിങ്ങൾക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പാവങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ ഖൂമു മഗ്ഫൂറൻ ലക്കും ഖദ് അർളൈതുമൂനി വറദീതു അൻകും, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിങ്ങളെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സ് അല്ലാഹു തആല പിരിച്ചുവിടുകയാണ്. എത്ര ഉയർന്ന അമലുകളാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ റമദാനിന്റെ വളരെ പുണ്യമായ ദിവസങ്ങളെ നമ്മൾ ഉപകാരപ്രദമാക്കണം. അതോടൊപ്പം തന്നെ നിർബന്ധമായും നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ഉദാരന്മാരായി മാറേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനായി കഴിഞ്ഞാൽ കരീഹിൽ മുർസലന, ശക്തമായി അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു. അത് സുന്നത്തായ ധർമ്മങ്ങളും സദഖകളാണെങ്കിലും ശരി, ഫർളായ സക്കാത്തുകളാണെങ്കിലും ശരി, നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അത്യാവശ്യമായ ചില സംഗതികൾ പറയുകയാണ്. സക്കാത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സക്കാത്തിന്റെ നിർബന്ധമായ സക്കാത്ത് നമ്മൾ പലർക്കും ഉണ്ടായിരിക്കും. നിർബന്ധമായ സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചില വിഭാഗം സമ്പത്തുകളിലായിട്ട് നമ്മോട് നിർണയിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നാണയങ്ങളാണ്, സ്വർണം, വെള്ളി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസികൾ. ആ കാലഘട്ടത്തിൽ ദിർഹമും ദീനാറും ഒക്കെ ആയിട്ട് പ്രയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ 85 ഗ്രാം സ്വർണം, അതല്ലെങ്കിൽ 595 ഗ്രാം 600ഓളം ഗ്രാം വരുന്ന വെള്ളി, ഈ രണ്ട് നാണയത്തിന്റെയും തുല്യമായ അതിന് വേണ്ട ഈ കാലഘട്ടത്തിലെ ക്യാഷ്, അത് ആണ് അതിന്റെ നിസാബ് എന്ന് പറയുന്നത്. ഈ കൃത്യമായ സംഖ്യ ഏറ്റവും മിനിമം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കുള്ള മുതലിന് 2.5% വെച്ച് സക്കാത്ത് കൊടുക്കണം എന്ന് അതിന്റെ നിർബന്ധം. 2.5%. കച്ചവട മുതലുകളാണെങ്കിൽ അതിന്റെ വിൽപ്പന ചരക്കുകളായ വസ്തുക്കൾ മാത്രം, സാമഗ്രികൾ ഒഴിവാക്കി, അലമാരിയും അതേപോലെ തന്നെ ഓഫീസുകളും മറ്റ് വാഹനങ്ങളും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വിൽക്കപ്പെടുന്ന വസ്തുക്കളുടെ കോസ്റ്റ് വില കെട്ടി അതിന്റെ അന്നത്തെ ലാഭമില്ലാത്ത നമ്മൾ വാങ്ങിയ വില, ആ വില കെട്ടുകയും അത് മൊത്തം എത്ര സംഖ്യ ഉണ്ട് എന്ന് നോക്കുക. ഒരു തുടക്കം മുതൽ അവസാനം വരെ അതൊരു പക്ഷേ ഒരു ചെറിയ കച്ചവടമായി തുടങ്ങി, അത് വലിയൊരു സംഖ്യയുടെ ആസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വർഷാവസാനെത്തിയപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ 10.5 പവൻ 85 ഗ്രാം സ്വർണത്തിന്റെ മൂല്യമുള്ള ഒരു മുതലിലേക്ക് ലാഭസഹിതം എത്തിയിട്ടുണ്ട്. പക്ഷെ മുടക്ക് മുതൽ അത്രയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ ക്യാപിറ്റലിനും റഅ്സുൽ മാൽ എന്ന് പറയപ്പെടുന്ന അതിനും ലാഭവും കൂടെ, രണ്ടിനും കൂടി സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം ഇടക്കാലത്ത് ചെലവിലേക്ക്, ശമ്പള ഇനത്തിലേക്ക് അല്ലാതെ നമ്മൾ ഏതൊക്കെ പിൻവലിച്ചിട്ടുണ്ടോ, നമ്മൾ ഓണർമാരെന്ന നിലയിൽ നമ്മൾ പിൻവലിക്കുന്ന കാശ്, അതും കൂടെ ഇതിന്റെ കൂടെ കൂട്ടേണ്ടതുണ്ട്. ഇതാണ് കച്ചവടത്തിൻ്റെത്. പക്ഷെ അതിൻ്റെയും സക്കാത്ത് 2.5% തന്നെയാണ്. പിന്നെയുള്ളത് പ്രധാനമായിട്ട് കാർഷിക വിളകളാണ്. കൃഷി എന്നുള്ളത്, കൃഷി നമ്മൾ പലപ്പോഴും കൃഷിയുമായിട്ട് ബന്ധപ്പെടാത്തവരാണെങ്കിലും നമ്മുടെ പല മേഖലകളെയും നമുക്ക് ഏറ്റവും സുഗമമായ രീതിയിൽ നല്ല നിലയിൽ സക്കാത്ത് കൊടുത്തു വിട്ടാൽ നല്ലത് കൃഷിയുടെ സക്കാത്തുമായിട്ട് താരതമ്യം ചെയ്തു പോലാ. ഇന്നത്തെ പല സംരംഭങ്ങളും കമ്പനികളും ഒക്കെ തന്നെ കാർഷിക വിളകളുടെ സക്കാത്ത് ഫീ കുല്ലിമാ തുംബിത്തുൽ അർദു വൽ ഉശ്ർ എന്നൊരു ഹദീസ് ഉണ്ട്. ഭൂമി വിളയുന്ന എല്ലാ വസ്തുക്കളിലും 10 കൊടുക്കണമെന്ന്. ഫീമാ സഖത്തി സമാഉ വൽ ഉയൂനു ഔ കാന അസറിയൻ അൽ ഉശ്റു വഫീമാ സുഖിയ ബിൻ നദ്ഹി നിസ്ഫുൽ ഉശ്ർ എന്നൊരു ഹദീസ് കാണാൻ സാധിക്കും. നേരെ ആകാശത്ത് നിന്ന് വെള്ളം ഇറങ്ങി, അതേപോലെ തന്നെ തടാകങ്ങളിലൂടെ ഒഴുകിയ വെള്ളം കൊണ്ട് നനച്ചു ഉണ്ടാക്കപ്പെട്ടു, വലിയ ചെലവൊന്നുമില്ലാതെ ഉണ്ടാക്കപ്പെട്ടത്. ഔ കാന അസറിയൻ, അതല്ലെങ്കിൽ അതിന്റെ വേരുകൾ അത് സ്വയം പോയി വെള്ളം എത്രയും ദൂരത്ത് നിന്നും വെള്ളം കണ്ടെത്തി പിടിച്ച് വളരുന്ന മരങ്ങൾ, അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനത്തതൊക്കെ ആണെങ്കിൽ വലിയ ചെലവൊന്നുമില്ലാത്ത, നമ്മളെ നാട്ടിലെ തെങ്ങൊക്കെ ഉണ്ടല്ലോ, ഈ 3 വിഭാഗവുമാണെങ്കിൽ ചെലവില്ലാതെ, വളം ചെയ്യാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ഉൽപാദനങ്ങളിലൊന്നും 10 കൊടുക്കണം. എന്നാൽ അത് ചെലവോടുകൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണെങ്കിലോ
അതിനെ നേരെ പകുതി, അതാ 20-1 അല്ലെങ്കിൽ 5% എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ തന്നെ, ഇതിന്റെ അഭിപ്രായ വ്യത്യാസം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമല്ല. തറാവീഹ് റക്അത്തിന്റെ 8 ആണോ 20 ആണോ 13 ആണോ എന്നൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അത് പറഞ്ഞു കേൾക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. വ്യക്തമായ ഹദീസിന്റെ സ്പഷ്ടമായ വചനങ്ങളിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന എന്താ അറിയോ? നമ്മളെ നാട്ടിലെ തേങ്ങക്കും അടക്കക്കും നമ്മളെ നാട്ടിലെ റബ്ബറിനും ഇതിനൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നതാണ് അല്ലേ? ഇമാം അൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം അങ്ങനെ തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീക്ഷണവും അതാണ്. വളരെ പ്രബലമായ അഭിപ്രായവുമാണത്. എന്നാൽ മറ്റ് അയിമ്മത്തുകള് അതിന് ചില നിബന്ധനകളൊക്കെ കൊടുത്തു. ഏത് കാർഷിക വിളകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഏത് കാർഷിക വിളകൾക്കാണ്? ഒന്ന്, കൊയ്ത് മെതിച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്ന വസ്തുക്കള്. നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ടാവും. യവം, ചോളം, നെല്ല്, അതേപോലെ തന്നെ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത കുറെ കൃഷികള്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് റബ്ബറും തേങ്ങ അടക്കയുള്ള. ഇത് തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത യവം, ചോളം, ഗോതമ്പ്, നെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. മെതിച്ച് തൂക്കുന്ന, അളക്കുന്ന, പറ കൊണ്ടൊക്കെ അളക്കുന്ന, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വിശിഷ്ട ഹദീസുകളിലൂടെ പഠനം നടത്തുമ്പോൾ ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുള്ള വിഷയങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം നിലപാടെടുക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താ പറയല്? ഇപ്പൊ ഇമാം അൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആലാന്റെ അഭിപ്രായം അനുസരിച്ച് ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുളു മുറിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല പറയുന്നു തൊട്ടാ വുളു മുറിയുന്നു. നമ്മൾ എന്താ ചെയ്യല്? തൊട്ടുപോയി. ഇമാം അങ്ങനെ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാന്നാ വിചാരിക്കല്. ഏറ്റവും സൂക്ഷ്മത ഉള്ളത് എന്താ വെച്ചാൽ അത് എടുക്കുക എന്നുള്ളതാണ്. കാരണം അത് ആഖിറത്തിലേക്കുള്ള യാത്രയാണ്, ഇത് പരലോകത്തേക്കുള്ള യാത്രയാണ്. ഏറ്റവും സൂക്ഷ്മതയുള്ള വശം ഏത് പണ്ഡിതൻ പറഞ്ഞോ അത് അംഗീകരിക്കുക. അതാണ് കുറുക്ക് വഴിയില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകൾ ചെയ്യേണ്ടത്. ആ രീതിയിലൂടെ ചിന്തിച്ചാൽ നമുക്ക് സക്കാത്തിൽ അവലംബിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മസാല, ഏറ്റവും പ്രധാനപ്പെട്ട ഹുക്മ് ഇമാം അൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആലാന്റെ അഭിപ്രായം തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ നാടുകളിലുള്ള റബ്ബർ എസ്റ്റേറ്റിന്റെയും തെങ്ങും തോപ്പിന്റെയും കവുങ്ങും തോപ്പിന്റെയും ഒക്കെ തേയില എസ്റ്റേറ്റിന്റെയും കാപ്പിത്തോട്ടത്തിന്റെയും ഒക്കെ ഉടമകൾ സക്കാത്ത് കൊടുക്കാറില്ല എന്നതുകൊണ്ട് തുറന്നു പറയുകയാണ്. പറയാതിരിക്കാൻ വയ്യ. നേരത്തെ സൂചിപ്പിച്ചു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ അത്തരം വസ്തുക്കളുടെ സക്കാത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത പിന്നെ എന്തിനാ പിന്നെ ഈ സക്കാത്തുള്ളത്? ഏറ്റവും വലിയ മുതലുണ്ടാക്കുന്ന ആളുകൾക്കൊന്നും സക്കാത്തില്ല. ഒരു 635 കിലോഗ്രാം നെല്ല് വന്നാൽ അതിന് സക്കാത്ത് ഇതോണം. വളരെ കൃത്യമായും ഇത്തരത്തിലുള്ള മുതലുകളുടെ സക്കാത്ത് നമ്മൾ അളന്നെടുക്കുകയും നമ്മളുടെ ഇന്നത്തെ കാർഷിക വിളകളെ പോലെ തന്നെ ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാര് പല ബിസിനസ് മേഖലകളെയും പറഞ്ഞിട്ടുള്ളത് ഇതിനോട് താരതമ്യം ചെയ്യാനാണ്. കാരണം അതാണ് ഏറ്റവും സുരക്ഷിതമായത്. അതിനുവേണ്ടി വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ 2-3 പറഞ്ഞല്ലോ, കച്ചവടത്തിൻ്റെത്, അതേപോലെ തന്നെ നമ്മളുടെ നാണയങ്ങളുടേതൊക്കെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന്റെ കാത്തിരിപ്പ് വേണ്ട. ഖുർആൻ എന്നാണോ വിളവെടുപ്പുള്ളത് അന്ന് കൊടുക്കുക എന്നാണ്. എന്നാണ് വിളവെടുപ്പ്? ഒരു 3 ദിവസം കൊണ്ട് അല്ല 3 മാസം കൊണ്ട് വിളവെടുക്കുന്നുണ്ടെങ്കിൽ അന്ന് അതിന്റെ സക്കാത്ത് 10-1 അല്ലെങ്കിൽ 5-1, 5% അല്ലെ 10%. ഇതേ രീതിയിൽ ഒരു ഫാക്ടറി നടത്തുന്ന ആള്, ഒരു കമ്പനി നടത്തുന്നു, അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്വഭാവം എടുത്തു നോക്കുമ്പോൾ കച്ചവടത്തെ പോലെ അതിനെ വില കിട്ടാനോ, ഒരു കച്ചവട മുതലുകൾ പോലെ കോസ്റ്റ് മുതലുകളൊക്കെ അവിടെ കൂട്ടി വിൽക്കപ്പെടുന്ന വസ്തുക്കൾ നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനത്തെ എത്ര കമ്പനി ഉണ്ട് ഇവിടെ? മിക്കവാറും കൺസ്ട്രക്ഷൻ കമ്പനികളും ട്രാൻസ്പോർട്ട് കമ്പനികളൊക്കെ ആ ഇനത്തിൽപ്പെട്ടതാണ്. കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കാൻ നടന്നാൽ കുറച്ച് പ്രയാസമാണ് അതിന്. കാരണം എണ്ണി നോക്കിയാൽ കുറെ ഉപകരണ വസ്തുക്കളാ കുറെ ഉള്ള ആസ്തിയായിട്ടുള്ളൂ. അതിനൊന്നായിട്ട് വില കൂട്ടിയിട്ട് 2% സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതിനേക്കാളൊക്കെ എളുപ്പകരമായ എന്താണ്? എന്നാണോ മാസത്തിൽ അല്ലെ 2 മാസത്തിൽ 3 മാസത്തിലൊക്കെ അതിന്റെ ഓണർമാര് എന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് ലാഭമായിട്ട് വീതിക്കുന്നോ അന്ന് കൊടുത്തു കളിയാ. 5%, 10% അന്ന് കൊടുത്തോളണം. വാതു ഹഖഹു യൗമ ഹസാദി, അങ്ങനെ കൊടുക്കണം.
ഇക്കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, പറയാതിരിക്കാൻ നിർവഹിച്ചില്ലാതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ നമ്മളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ്, വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഭൂമി, കൃഷി ചെയ്യാനല്ല, വീടുണ്ടാക്കാനല്ല, ഇത് രണ്ടുമല്ലാതെ ലാഭം കിട്ടിയ വിൽക്കാമെന്ന് വിചാരിച്ച് വാങ്ങി വെച്ചിരിക്കുന്ന ഭൂമി എന്തൊക്കാത്ത നമ്മൾ കൊടുക്കുന്നത്? എന്തൊക്കാത്ത കൊടുക്കുന്നത്? ഞാനിതിനെ കേട്ടില്ല ആരെങ്കിലും അതിന്റെ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുന്നതോ, അതിന് ഒരു മസല പോലും ചോദിക്കുന്ന പോലുമില്ല പലരും. അതിന് കൊടുക്കണോ വേണ്ടേന്ന് വളരെ അപൂർവം ചില ആളുകൾ, പടച്ചവനെ അള്ളാഹുവിന്റെ സൂക്ഷ്മത കൊടുത്തുകൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് മാത്രം. വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഭൂമി നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ കച്ചവടത്തിന്റെ മുതൽ എന്ന നിലയിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ കാർഷിക വിളകളുടെ സക്കാത്ത് എന്ന നിലയിൽ അത് കൊടുക്കണം. ഏറ്റവും എളുപ്പവും സൗകര്യവും കാർഷിക വിളകളുടെ സക്കാത്ത് കൊടുക്കലാണ്. കാരണം കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടിനും മാറ്റം എന്താ? ഒരു തിജാറത്തിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്താണ് അതിനെങ്കിൽ അത് അന്ന് അതിനുള്ള വില കെട്ടണം. അതിന്റെ വില കെട്ടിട്ട് സക്കാത്ത് കൊടുക്കേണ്ടി വരും. 2.5% കൊടുത്താൽ മതി. 2.5% സക്കാത്ത് കൊടുക്കണം. പക്ഷേ ഒരു 10 ലക്ഷത്തിന്റെ മുതലുള്ള ഒരു സക്കാത്താണെങ്കിൽ നല്ല സംഖ്യ വരും. അതിനേക്കാളും വളരെ എളുപ്പമുള്ളത് എന്നാണോ വിൽക്കുന്നത്, വിൽക്കുന്ന സമയത്ത് അതിന്റെ വിള എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ലാഭം. നമ്മളെ മുടക്ക് മുതലിനെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന